بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا سيدي يا رسول الله خذ بيدي ما لي سواك فلا ألوي على أحد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. يا من تفجرت الأنهار نابعة من إصبعيه فروا الجيش ذا العدد. إني إذا سامني ضيم يربعني أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي. ബഹുമാനമുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബലദ് ആസ്പദമാക്കിയുള്ള നമ്മുടെ സദസ്സ് ഇന്ന് രണ്ടാമത്തെ ദിവസം ഇന്നലെ ഓതിവെച്ചതിൻ്റെ ബാക്കി ഒരൽപ്പവും ബാക്കിയുള്ള ഒട്ടേറെ വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നും നമുക്ക് കഴിയാവുന്നത്ര പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പഠിക്കുകയും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യൽ
ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പവിത്രധന്യമായ മക്കത്തുൽ മുക്കറമയെ സത്യം ചെയ്ത് ആ സത്യത്തിന് കാരണമായി പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി താമസിച്ച ധന്യമായ നാടാണ് മക്ക. വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. അവിടുന്ന് ഈ നാട്ടിലാണ് ഇറങ്ങി താമസിച്ചത്. അവിടുത്തെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് ഈ മക്കത്തുൽ മുക്കറമ എന്നതിനാൽ ഈ രാജ്യത്തിന് വലിയ ബഹുമാനം ഉണ്ട്. ആ രാജ്യത്തിന് അത്രയും വലിയ ബഹുമാനം അല്ലാഹു നൽകിയത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ മക്കളെ മുഴുവനും സത്യം ചെയ്ത് വവാലിദിൻ വമാ വലദ്, പിതാവിനെയും മക്കളെയും തന്നെയാണ് സത്യം. പിതാവും മക്കളും ആദം അലൈഹിസ്സലാത്തു വസ്സലാമും മനുഷ്യ വിഭാഗവും എല്ലാ മക്കളും എല്ലാവരെയും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല തീർച്ചപ്പെടുത്തി മനുഷ്യനോട് പറയുന്നത്, നമ്മോട് അല്ലാഹു പഠിപ്പിക്കുന്നത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ നാം സൃഷ്ടിച്ച് സംവിധാനിച്ചത് ഫീ കബദിൻ, പ്രതിസന്ധിയിൽ, ബുദ്ധിമുട്ടിൽ, പ്രയാസങ്ങളിലായിട്ടാണ്. ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. സൃഷ്ടിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല അത് നിശ്ചയിച്ചിട്ടുണ്ട്. പ്രതിസന്ധികളില്ലാതെ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ? ഇല്ല. എല്ലാവരും പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തവർ അംബിയാക്കളാണ്. അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാഉ. കൂടുതൽ വലിയ പ്രതിസന്ധി അവർക്ക് അല്ലാഹു നൽകാനുള്ള കാരണം അവരുടെ ഈമാനിന്റെ മൂർച്ച അത്രയുമാണ്. ഏറ്റവും വലിയ ഈമാനുള്ള ആളുകൾ ലോകത്ത് അംബിയാക്കളാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഏറ്റവും വലിയ പരീക്ഷണം അവർക്ക് നൽകി. അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാഉ സുമ്മൽ അംസലു ഫൽ അംസൽ. പിന്നെ അവരെ പോലെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഔലിയാക്കൾ. വലിയ പ്രതിസന്ധിയാണ് അവരൊക്കെ തരണം ചെയ്തത്. അപ്പൊ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽക്ക് തന്നെ എന്നാണോ ഭൂമിയിലേക്ക് അവൻ പിറന്നു വീഴുന്നത് അതോടുകൂടെ തന്നെ കഷ്ടപ്പാടും തുടങ്ങിയിട്ടുണ്ട്. പണ്ഡിതന്മാരൊക്കെ തഫ്സീറിൽ പറയുന്നത് അവ്വലുമാ യുകാബിദു, മനുഷ്യൻ നേരിടുന്ന ആദ്യത്തെ പ്രതിസന്ധി ഖത്ഉ സുറത്തിഹി, അവന്റെ പൊക്കിൽ കൊടി മുറിക്കലാണ്. തുടക്കത്തിൽ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. പിന്നെ തീരുന്നൊന്നുമില്ല. തീരുന്നത് എപ്പോഴാന്നുള്ളത് ഇങ്ങനെ വിശദീകരിച്ചിട്ട് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ തുടങ്ങി. പിന്നെ പല ഭാഗത്തേക്കും പ്രയാസങ്ങളും ക്ഷീണവും വിഷമവും ഒക്കെ അനുഭവിച്ച് ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ ഓരോ മാസവും ഓരോ പ്രതിസന്ധിയാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വരുന്നത്. അത് രോഗമായിട്ടുണ്ട്, ക്ഷീണമായിട്ട്, പനിയായിട്ട്, തലവേദനയായിട്ട്, ശാരീരികമായ അവശതകൾ, വളർച്ചയുടെ പ്രയാസങ്ങൾ പലതുമുണ്ട്. അങ്ങനെ 2 വർഷമാകുമ്പോഴേക്ക് തീർത്തും മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ മുലകുടി മാറ്റുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ് അല്ലേ? കുടിയൊന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി ചിലപ്പോഴൊക്കെ നല്ല സുന്ദരമായ അറബി പാൽക്കായം അതെന്നെ വെച്ച് തേച്ച് റെഡിയാക്കി വെക്കും. അപ്പൊ കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയും. മുലപ്പാലിന്റെ മധുരം എന്ന് പറയുന്നത് ഔഷധവീര്യമുള്ള മധുരമാണ്. ഏറ്റവും വലിയ സിദ്ധൌഷധം അല്ലാഹു തആല വെച്ചിരിക്കുന്നത് ഉമ്മയിൽ നിന്ന് ലഭിക്കുന്ന
ഏറ്റവും വലിയ പോഷകാഹാരമായ പാലിലാണ്. അതിനോട് സമാനമാകുന്ന ഒരു ഭക്ഷണം ആ 2 വർഷത്തിൽ വേറൊന്നുമില്ല. അത്ര മൂല്യമുള്ള, അത്ര ഗ്രേഡുള്ള ഒരു ഭക്ഷണ പദാർത്ഥവും അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് വേറെ ഒന്നും വെച്ചിട്ടില്ല. ഏറ്റവും വലുത് അതാണ്. അതുകൊണ്ടാണ് സഹോദരിമാരോട് ഇടയ്ക്ക് ഞാനൊന്ന് പറയട്ടെ, കഴിയാണെങ്കിൽ ആരോഗ്യക്കുറവും ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ 2 വർഷം തന്നെ തീർത്തു കൊടുത്തോളൂ. ഈ കുട്ടികൾക്ക് പൂർണ്ണാരോഗ്യം ഉണ്ടാവും. അവരെ വളർച്ചക്കും ബുദ്ധിക്കും അതുപോലെ തന്നെ തൻ്റെ ഇടത്തിനും അവരുടെ ഗ്രാഹ്യശക്തിക്കും എല്ലാറ്റിനും കാരണമാകുന്നുണ്ട് ആ മുല കൊടുക്കൽ. മുലകുടി മാറ്റുക എന്നുള്ളത് പ്രയാസമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. നമ്മൾ അനുഭവിച്ചവരും മനസ്സിലാക്കുന്നവരുമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുട്ടി മുല കുടിക്കുന്നതിനേക്കാളും പ്രയാസമാണ് മുലകുടി മാറ്റുന്നത്, അല്ലേ? പിന്നെ ചേലാകർമ്മം ചെയ്യുന്നത്, അത് വലിയൊരു പ്രയാസമാണ്. ഇപ്പൊ പിന്നെ ആളുകൾക്കത് അങ്ങനെ അനുഭവപ്പെടാത്തതുകൊണ്ടാണ്. പഴയ കാലത്തൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കയ്യും കാലും പിടിക്കാനായിട്ട് 4 ആളുണ്ടാവും. കയ്യും കാലും പിടിക്കണോ, 4 ആള് വേണം. ഓരോ കയ്യിനും ഓരോരുത്തര്, കാലിനും ഓരോരുത്തർ വേണ്ടേ? പിടിച്ച് റെഡിയാക്കി നല്ല ബന്ദോബസ്താക്കി അങ്ങനെ താടയൊക്കെ ഒന്ന് കെട്ടി, ഇതൊരു മരണത്തിന്റെ പ്രതീതി പോലെയാണ്. അങ്ങനെ പലതും പറഞ്ഞ് മോഹിപ്പിച്ച് റെഡിയാക്കി ആ ഇടക്കതങ്ങട് മുറിച്ചു മാറ്റിക്കളയും. പിന്നെ അതിൻ്റെ ആ കെട്ടയിക്കുന്നതും ബാക്കിയുള്ളതൊക്കെ വേറെ പ്രയാസങ്ങളാണ്. അതിനിടക്കൊന്ന് പഴുപ്പ് വന്നാലോ പ്രയാസം പിന്നെയും കൂടി. സുബ്ഹാനല്ലാഹ്. ഇന്നുകൊണ്ട് പ്രയാസം. ഡോക്ടർമാരവിടുന്ന് നല്ല ഒരു സൂചി അടിച്ച് കയ്യിൽ മിഠായിയൊക്കെ കൊടുത്ത് പലഹാരങ്ങളൊക്കെ കൊടുത്ത് നല്ല സന്തോഷത്തോടു കൂടെ ഒന്നും അറിയാതെ നല്ല ഒരു കുഞ്ഞു തുണി എടുത്തിട്ട് വരുന്ന കുട്ടി 1/2 മണിക്കൂർ കഴിയുമ്പോൾ, ഉമ്മ ഇവിടെ ചെറിയൊരു വേദന, ഉപ്പ ഇവിടെ ചെറിയൊരു വേദന, ഇങ്ങനെ തരിപ്പ് വിടുകയാണ്. നേരത്തെ കൊടുത്തതിന്റെ കാലാവധി കഴിയാണ്. പിന്നെ ആ കുട്ടി തന്നെ ചോദിക്കും, നേരത്തെ ഉള്ള അവസ്ഥയിൽ തന്നെ പോരുന്നില്ല, ഇത് ആരാ മുറിച്ചു മാറ്റിയത്, എന്തിനാ അതൊക്കെ ഇടങ്ങേറി നിന്നത്, എന്തൊരു വേദന ഉണ്ട്. വെള്ളം തട്ടുമ്പോഴും കുളിപ്പിക്കുമ്പോഴൊക്കെ പ്രയാസം പറയും. പ്രയാസം തന്നെയാണ്. അങ്ങനെ അങ്ങോട്ട് പ്രതിസന്ധികളാണ് ഓരോന്നും, വേദനകൾ, വിഷമങ്ങൾ. പിന്നെ മദ്രസയിൽ ചേർക്കുക, സ്കൂളിൽ ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്, അല്ലേ? ഒരു വാപ്പ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഉമ്മ ഒരു കുട്ടിയെ ചെറിയ ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തി തിരിച്ചു വരുമ്പോഴേക്ക് ആ ഉമ്മയുടെ പിന്നാലെ കുട്ടി വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, കരയാണ്. അപ്പൊ സന്തോഷിപ്പിച്ച് സമാധാനിപ്പിച്ച് ഇരുത്തി താല്പര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടിക്കുള്ള മോഹങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് പഠനം തുടങ്ങുകയാണ്. അപ്പൊ വേറെ ഏതെങ്കിലും ഒരു കുട്ടി പിന്നെയും ചേർക്കാൻ വേണ്ടി ഒരു കുട്ടി വന്ന് ആ കുട്ടി കരയുമ്പോൾ പിന്നെയും ഇന്നലെ വന്ന കുട്ടി വീണ്ടും കരഞ്ഞു. അങ്ങനെ അതൊന്ന് ചാലുവാകണമെങ്കിൽ കുറെ പ്രയാസമാണ്. പിന്നെ ഇടയ്ക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ആളുകളൊക്കെ വന്നാലോ അല്ലെങ്കിൽ കളിക്കൂട്ടുകാരൊക്കെ വന്നാലും ഇന്ന് പോകുന്നതല്ല എന്ന് പറയും കുട്ടി. നാളെ പോയിക്കോളാം, ഇന്ന് പോകുന്നില്ല, ഇന്ന് തൽക്കാലം ലീവാണ്. അപ്പോഴും ബാപ്പയും ഉമ്മയൊക്കെ ഒന്ന് പറഞ്ഞ് മിനുക്കി എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പലഹാരം കൊടുത്ത് നല്ല മോളാന്നൊക്കെ പറഞ്ഞ് നല്ല അഭിനന്ദിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് റാഹത്തോടെ പറഞ്ഞേക്കും. ചിലപ്പോൾ അവിടെ എത്തിയാലും ഉസ്താദ് വിളിച്ചു പറയും, ഇന്നെന്തോ പ്രശ്നമുണ്ടോ, ഇന്ന് ഫുള്ള് ഇവിടെ എത്തിയിട്ട് കരച്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ 1/2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ അതിനെ കൊണ്ടുവരണം. അപ്പൊ ഒരു ഗുരുനാഥനെ ഏൽപ്പിച്ച് അങ്ങനെ അദബ് പരിശീലിപ്പിച്ച് റെഡിയാക്കി ഇങ്ങനെ വരിക എന്ന് പറഞ്ഞത് അത് ചെറിയ പ്രതിസന്ധി ഒന്നുമല്ല, ബുദ്ധിമുട്ട് അവിടെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വളർച്ചയെത്തി കൗമാരപ്രായത്തിലെത്തുമ്പോൾ കുടുംബങ്ങളും മറ്റുമൊക്കെ ആ കുട്ടിയുടെ നീക്കുപോക്കുകളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ചെറുതല്ല. അതിപ്പോൾ ഞാൻ കൂടുതൽ പരത്തി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്നത്തെ കൗമാരത്തിന്റെ ദിശയിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിന്തിക്കുന്നതിൽ വലിയ പേടിയുള്ളവരാണ് സമൂഹം. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാക്കി അള്ളാഹു വളർത്തി തരട്ടെ. നല്ല ബുദ്ധിയും നല്ല വിവേകവും നല്ല തൻ്റെടവും നല്ല ബോധവും അനുസരണവുമുള്ള, നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും ദീനിനും ഒക്കെ ഉപകാരമുള്ള മക്കളാക്കി അള്ളാഹു വളർത്തി തരട്ടെ. 10 വയസ്സാകുമ്പോഴേക്ക് ചിന്തയും രൂപവും ഭാവങ്ങളൊക്കെ മാറിപ്പോയിട്ട് സങ്കടപ്പെടുക.
കുട്ടിയുടെ ആ ബുദ്ധി തന്നെ, മെന്റാലിറ്റി തന്നെ മാറിപ്പോയി എന്നാണ് പലരും പറയുന്നത്. ഭൗതികതയുടെ അതിപ്രസരത്തിൽ പലരും മുങ്ങിത്താഴുന്നത് കൊണ്ട് ആത്മീയമായും ധാർമ്മികമായുമുള്ള അവസ്ഥകളിൽ നിന്ന് അകന്ന് ജീവിതത്തിന്റെ രസവും സുഖവും കണ്ടെത്തുന്നത് അധർമ്മങ്ങളിലേക്കായി പോവുകയാണ്. അതാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത്. ഒരു 10 വയസ്സുകാരൻ 15 വയസ്സുകാരൻ ജീവിതത്തിൽ സമാധാനവും സ്നേഹവുമായി കണ്ടെത്തുന്നത് മുഴുവനും അധാർമിക രംഗങ്ങളാകുമ്പോൾ സഹിക്കാൻ പറ്റാത്ത സംഗതിയാണ്. അത് വർദ്ധിച്ചു വരുന്നു ഓരോ വർഷവും. അങ്ങനെ വന്ന് പിന്നെ ആ കുട്ടിയുടെ ചുറ്റുപാടും പഠനങ്ങളും വിവാഹവും ജീവിതവും വീടും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. യൗവനം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് വേറെയാണ്. ചിലർക്ക് 40 കടിയലോടെ, ചിലർക്ക് അതിനു മുമ്പും 25-ന് ശേഷവും ഒക്കെ ആയിട്ട് അവസ്ഥ മാറുന്നു. പിന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിട്ടുമാറാത്ത തരം വേദനകൾ, ആ വേദനകൾക്ക് കാവലിരിക്കുന്ന ആളുകളായി നമ്മൾ മാറുന്നു. ആ വേദനകൾക്ക് നമ്മൾ കാവലിരിക്കുന്നു. ആ വേദന അല്പം പോലും കൂടരുത് എന്ന് കരുതി കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു നിൽക്കുന്നു. എല്ലാം കൃത്യമായിട്ട്, കുടിക്കുന്ന മരുന്നും കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ കൃത്യമായിട്ട് തന്നെ. ഇതൊക്കെ സത്യത്തിൽ അനുഭവിക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ തരണം ചെയ്തിട്ട് മനുഷ്യനങ്ങനെ ജീവിച്ചു പോകാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. പ്രയാസങ്ങളില്ലാത്തവരാരുമില്ല. അങ്ങനെ പോയാൽ മരണം അത് വലിയൊരു പ്രയാസമാണ്, വലിയൊരു ബുദ്ധിമുട്ടാണ്. അനുഭവിക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാത്തത്. മരണത്തിന് ശേഷമുള്ള ഖബർ ജീവിതമോ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. മഹ്ശർ, ബുദ്ധിമുട്ടുകളുടെ നീണ്ട പരമ്പര ഇരിക്കുന്ന ലോകമാണ്. മഹ്ശറിലൊക്കെ ഓരോ ചെക്കിംഗ് പോയിന്റുകളും എത്രമാത്രം പ്രതിസന്ധി ഉള്ളതാണ്. ഓരോ വിഷയങ്ങൾ വരുമ്പോഴേക്ക് ആളുകൾ പേടിച്ച് വിറച്ച് ബുദ്ധിമുട്ടായി പോകുന്ന രംഗങ്ങൾ. ആളുകളോടെല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആളുകളോടൊക്കെ മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രതിസന്ധി അവിടെയാണ്. സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. കുറ്റവാളികളെ വേറിട്ട് നിൽക്കണം. ദുനിയാവിൽ നിങ്ങൾ തൊഴിലെടുത്തത് ഒപ്പമാണ്, ജീവിച്ചത് ഒപ്പമാണ്, ഭക്ഷണം കഴിച്ചതും മറ്റുമൊക്കെ ഒപ്പമാണ്. ഇവിടെ അത് പറ്റില്ല. വിശ്വാസികളോടുകൂടെ അവിശ്വാസികൾ നിൽക്കരുത്, മാറി നിൽക്കണം. ആ മാറ്റി നിർത്തുന്ന രംഗം വല്ലാത്തൊരു പ്രതിസന്ധിയുള്ള രംഗമാണ്. മുഅ്മിനീങ്ങളോട് മുനാഫിഖുകൾ ചേർന്ന് നിൽക്കരുത്, മാറി നിൽക്കണം. നിഷ്കളങ്കരായ മുഖ്ലിസീങ്ങളായ ആളുകളോടൊപ്പം ദോഷികൾ നിൽക്കരുത്, മാറി നിൽക്കണം. എന്താണ് ആ മാറ്റമൊക്കെ? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മാറി നിൽക്കാൻ പറയുന്ന ഹതഭാഗ്യരുടെ ലിസ്റ്റിലേക്ക് ഒന്നിലും അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. ആദ്യം വിശ്വാസരംഗത്തുള്ള ആ വൈകല്യം കൊണ്ടുള്ള ആൾക്കാരൊക്കെ മാറ്റി. അപ്പൊ ആ മാറ്റി നിർത്തപ്പെട്ട വിഭാഗവും ഇവിടെ അല്ലാഹു തആല രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്ന വിഭാഗവും നോക്കുമ്പോൾ ഇത് വളരെ കുറച്ചും അത് എത്രയോ ശതമാനം കൂടുതലുമാണ്. പിന്നെ ചെറിയ മക്കളില്ലേ, മരണപ്പെട്ടു പോയ മക്കളൊക്കെ, അവരൊക്കെ ആ അവസ്ഥയിൽ പരലോകത്ത് വന്ന് ചെറിയ കുട്ടികൾക്കൊക്കെ നരബാധിക്കുന്ന രംഗമുണ്ട്. ദുനിയാവിൽ നമ്മൾ കാണൂല. മഹ്ശറിലെ ഒരു കഠിനമായ രംഗമാണത്. ഇവിടെ ചെറിയ കുട്ടി നരക്കുന്നത്, 2 വയസ്സായിട്ട് ചെറിയ മുടികളും രോമങ്ങളുള്ള കുട്ടി നരക്കുക. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല മാറ്റി നിർത്താൻ വേണ്ടി പറയുന്ന, ഉത്തരവിടുന്ന സമയത്താണത്. യൗമയജഅലുൽ വിൽദാന ശീബാ. ചെറിയ മക്കളെപ്പോലും നരബാധിച്ചവരാക്കുന്ന ദിവസം. എപ്പോഴാണത്? ആദം നബി അലൈഹി സ്വലാമിനെ വിളിച്ച് അല്ലാഹു പറയും, നിങ്ങളെ മുതുകിൽ നിന്നാണല്ലോ മുഴുവൻ മനുഷ്യരും വന്നത്, അല്ലേ? ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആരുടെ മുതുകിൽ നിന്നാ? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന്. ഈ മുതുകിൽ നിന്ന് വന്ന മനുഷ്യ വിഭാഗത്തെ, നരകക്കാരെയും സ്വർഗക്കാരെയും ഒന്ന് ഡിവൈഡ് ചെയ്യണം എന്ന് പറയും. ആദം നബി അലൈഹി സ്വലാം ചോദിക്കും, അല്ലാഹുവേ എത്ര കണ്ടാണ് മാറ്റേണ്ടത്? മിൻ കുല്ലി അൽഫിൻ തിസ്അതൻ വതിസ്ഈന വതിസ്അമിഅ ഇലന്നാർ. ഓരോ 1000-ൽ നിന്നും
999 എണ്ണത്തെ നരകത്തിലേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തിയെന്ന് പറയും. അപ്പോഴാണ് കുട്ടികൾ നിരക്കുന്നത്. എന്താ സഹോദരങ്ങളെ ആ മാറ്റി നിർത്താൻ വേണ്ടി പറയുമ്പോഴൊരവസ്ഥ? 10,000 ആള് നരകത്ത് പോകുമ്പോൾ സ്വർഗത്ത് പോകുന്ന എത്ര ആളാ? 10 ആള്. ഒന്ന് കണക്കൂട്ടി നോക്കി. കണക്കുകൂട്ടി നോക്കുമ്പോ എത്ര കുറവാണ് സ്വർഗത്തിലേക്കുള്ള ആളുകൾ അല്ലേ? ഇതേതെങ്കിലും വാറോലയായ ഒരു ഹദീസ് ആരെങ്കിലും വക്കത്തെഴുതി വെച്ചത് പറയല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിൽ കൊണ്ടുവന്ന ഹദീസാണിത്. ഈ ഹദീസ് സ്വഹാബത്തിനോട് പറഞ്ഞ അന്നാണ് സ്വഹാബത്ത് ഉറങ്ങാത്ത ഒരു രാത്രി. കുറെ രാത്രികളുണ്ട്, ഒരു രാത്രി അന്നാണ്. അന്ന് അവർക്ക് ഉറക്കം വന്നില്ല. ഇത് ചിന്തിച്ചിട്ട് ഭക്ഷണം വെക്കാൻ വേണ്ടി അടുപ്പിന്റെ മുകളിൽ ചട്ടി വെച്ചവർ സുബൈക്ക് വരെ ആ ചട്ടി അങ്ങനെ ഉണ്ട്. ആ ചട്ടിയിൽ ഒന്നിട്ട് വേവിച്ചിട്ടില്ല. പേടിച്ചു പോയി. അവരെ ഈമാന്റെ ഊക്ക് കൊണ്ടാണ് പേടി. നമുക്ക് പേടിയില്ലാത്ത നമ്മൾ ഈമാന്റെ കുറവുകൊണ്ടാണ്. അള്ളാഹു ഈമാൻ ഏറ്റിത്തരട്ടെ. അതുകൊണ്ടാണ് നമുക്ക് പേടിയില്ലാത്ത. നമുക്കിതൊക്കെ ഒരു ഉട്ടോപ്യൻ കഥകളായിട്ട് അല്ലെങ്കിൽ സാങ്കല്പിക കഥകളായിട്ട് സങ്കല്പങ്ങളായിട്ടും നോവലുകളായിട്ടും ഒറ്റൊക്കെ തോന്നുന്നത് ഇൽമിന്റെ ഈമാന്റെ കുറവുകൊണ്ടാണ് അല്ലെ? നമുക്ക് എന്താ അറിയും? ഒരായത്തിന്റെ അർത്ഥം കൂടി ഫുള്ള് കിട്ടാത്ത നമുക്ക് എന്താ അറിയാനാ? നമുക്ക് തോന്നില്ല നമുക്കറിയും. ഒരു ചുക്കും അറിയില്ല. കാര്യമായിട്ട് അറിയേണ്ട ഒന്നും അറിയില്ല. ഈമാൻ മുറ്റി നിൽക്കുന്ന, ഈമാനിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള മഹാന്മാർ അവർ ഭയന്നുപോയി, പേടിച്ചുപോയി. രാവിലെ ആയപ്പോ സ്വഹാബത്തിന്റെ ചോദ്യം, നബിയെ അയ്യുനാ ദാലിക്കൽ വാഹിദ്, ആ 1001 എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? ആ 1001 എന്ന് പറഞ്ഞല്ലോ, ഒന്നിങ്ങനെ സ്വർഗത്തേക്കുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ ആ ഒന്ന് ആരാണ്? കുറെ ആയിരങ്ങളില്ലേ ഞങ്ങളെ കൂട്ടത്തിൽ, ആ ഒന്നിനെ പറഞ്ഞു തരണം. പേടിന്റെ ഊക്കൊണ്ട് അവർ ചോദിച്ചതാണ്. ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ, എന്തെങ്കിലും ഒരു യോഗ്യത അള്ളാഹിന്റെ മഹ്ലു ഫള് കൊണ്ട് അള്ളാഹുത്തല രക്ഷപ്പെടുത്തിയെങ്കിൽ എന്നല്ലാതെ എന്തൊരു യോഗ്യത നമുക്കുള്ളത്? അള്ളാഹുത്തലാനെ മുന്നിൽ പറയാൻ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു. മനുഷ്യൻ അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഖുർആൻ പറയുന്നുണ്ടത്. മനുഷ്യൻ അങ്ങനെ ഒരു ധാരണ ഉണ്ട്. നമ്മളാരും അങ്ങനെ പിടികൂടൊന്നുമില്ല, നമുക്ക് കാര്യമായിട്ടൊന്നും വരുന്നില്ല, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല. നേരെ തൊട്ട് താഴെ പറയുന്നതാ, ഞാൻ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ അല്ലേ പറയണത്? വിശദീകരിച്ചു തരാം. വിശദീകരിച്ച് വരുമ്പോൾ നമ്മൾ കൊടുത്തൊന്നും ഉണ്ടാവില്ല. പറഞ്ഞുതരാ. ആയത്തനുസരിച്ച് വിശദീകരിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്തോ കൊടുത്തോ ഒന്നും ഉണ്ടാകൂല. ചെയ്തു എന്ന് പറയാൻ മാത്രം അതായിട്ടില്ല എന്നർത്ഥം. ഷർത്തും ഫർളും വെച്ച് നോക്കുമ്പോൾ അള്ളാഹു തആലാന്റെ ഒരു മഹ്ലു ഫള് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയാൽ അത് വലിയ രക്ഷപ്പെടുത്തൽ തന്നെയാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നല്ലവരിൽ അള്ളാഹു ചേർത്തി തരട്ടെ. സലാമത്തിന്റെ അഹ്ലുകാരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ പറയുന്ന ആ ഒരു ഘട്ടം കൂടി നിൽക്കുന്ന കോടിക്കണക്കിന് ആളുകളും വറക്കുന്ന നേരമാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നരകത്തെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടുന്നൊരു നേരമുണ്ട്. അല്ലാ, അപ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ, എല്ലാ സമൂഹങ്ങളും മുട്ടുകെട്ടിയിരിക്കുന്നത് കാണാം നബിയേ. അമ്പിയാക്കളും മലക്കുകളൊക്കെ എത്ര വലിയ സ്ഥാനമുള്ളവരാണ്. എല്ലാവരും താഴോട്ട് മുട്ടുകെട്ടിയിരുന്നു പോയി. രാജാക്കന്മാരും പ്രഭുക്കളും കോടിപതികളും പ്രധാനികളും ജനപ്രതിനിധികളും ഒക്കെ താഴെ ഇരുന്നു പോയി. ഇരിക്കാതെ അന്തസ്സോടെ നിൽക്കുന്നത് ഒരേ ഒരാളുള്ളൂ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത മുഴുവൻ ആളുകളും താഴെ ഇരുന്നു പോയി. നരകത്തെ മലക്കുകൾ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടുന്നൊരു നേരമുണ്ട്. നരകത്തിന് 70,000 കടിഞ്ഞാണുകളുണ്ട്. ഒരൊറ്റ കടിഞ്ഞാൺ വലിക്കുന്നത് 70,000 മലക്കുകളാണ്. 70,000 കടിഞ്ഞാണുകളുണ്ട് നരകത്തിന്. അർശിന്റെ ഇടത്തെ ഭാഗത്താണ് നരകത്തെ കൊണ്ടുവന്ന് കെട്ടുന്നത്. മുഅ്മിനീങ്ങൾക്ക് തണൽ നൽകുന്ന അർശില്ലേ, ആ അർശെന്ന് പറയുന്ന സൃഷ്ടിയുടെ ഇടത്തെ ഭാഗത്ത് കൊണ്ടുവന്ന് കെട്ടുന്നു. കെട്ടാൻ വേണ്ടി ഒരുങ്ങുമ്പോ നരകത്തിനുണ്ട് ഒന്ന് ഇളകുന്ന, ഒന്ന് കുലുങ്ങുന്ന, ഒന്ന് പറിച്ച് തട്ടിപ്പറിച്ച് തെറിച്ചു പോകാൻ വെമ്പൽ കൊള്ളുന്നൊരവസ്ഥയുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകം അതിന്റെ കടിഞ്ഞാൺ പൊട്ടിക്കാൻ നോക്കും. എങ്ങാനും ഒന്ന് പൊട്ടിപ്പോയാൽ മഹ്ശറിലൊരൊറ്റ സൃഷ്ടികളും ബാക്കിയുണ്ടാകൂല. എല്ലാവരും കത്തിച്ചാമ്പലായി പോകും.
ആ നരകത്തെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടുമ്പോ നരകം ആർത്തുല്ലസിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, ലഅന്തഖിമന്നൽ യൗമ മിമ്മൻ അബദ ഗൈറല്ലാഹി വറസഖ തുആമഹു വഅകല റിസ്ഖഹു. അല്ലാഹുവിന്റെ അന്നം ഭക്ഷിച്ച് അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന നടത്തി അല്ലാഹു അല്ലാത്തവരിൽ കാര്യങ്ങൾ ഏൽപ്പിച്ച്, എനിക്കെന്റെ സമ്പത്തുണ്ട്, എൻ്റെ നേതാവുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ കുടുംബമുണ്ട്, പലതിലേക്കും കാര്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ജീവിച്ചവരില്ലേ, അവരെ ഇന്ന് ഞാൻ പിടിച്ച് ശിക്ഷിക്കും. നരകം പറയുന്നൊരു വാക്കാണത്. ഇന്ന് ഞാൻ അവരെ ശരിയാക്കും. അതും പറഞ്ഞിട്ടാണ് നരകത്തെ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നരകം പറയുന്നൊരു വാക്കാണത്. ആ നരകത്തോട് പ്രതികരിക്കാൻ ഒരൊറ്റ ആൾക്കേ അന്ന് ധൈര്യമുള്ളൂ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ള അമ്പിയാക്കളൊക്കെ നോക്ക് നിങ്ങൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ താഴെ ഇരുന്നു പോയി. എന്താണത് രംഗം? പ്രതിസന്ധി മനുഷ്യന് തീരുന്ന ഒരു രംഗപ്പഴ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇങ്ങനെ എണ്ണി 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 പറഞ്ഞു. ഓരോ പ്രതിസന്ധിയും ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിൽ വരുന്നത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, തുടക്കം മുതൽ വരുന്ന ആ പ്രതിസന്ധി ഖബറും മഹ്ശറും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇലാ അൻ യസ്തഖിറ ബിഹിൽ ഖറാർ, കേന്ദ്രത്തിലേക്ക് മനുഷ്യൻ ഒതുങ്ങിയെത്തുന്നത് വരെ ഇമ്മാ ഫിൽ ജന്നതി വ ഇമ്മാ ഫിന്നാർ, ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. സ്വർഗത്തിലെത്തിയാൽ സുഖം കിട്ടിപ്പോയി, ബുദ്ധിമുട്ടില്ലാത്ത ഒരു സുഖം. അതാണ് സ്വർഗലോകത്തെ സുഖം. സുഖം എന്ന് പറയുന്നത് അവിടെയാണ്. ഇവിടൊക്കെ എല്ലാവരും ചോദിച്ചാൽ ഒരു താൽക്കാലിക സുഖം എന്നുള്ളതാണ് പറഞ്ഞത്. ഇങ്ങനെ സുഖല്ലേ? ആ സുഖമാണ്. ഇപ്പം ഉള്ള വേദനകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ മറ്റുള്ളവരിലേക്കൊക്കെ ചേർത്തി നോക്കുമ്പോൾ ഒരു സുഖമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഓരോരുത്തരും ചേർത്തി നോക്കി നിങ്ങൾ ഓരോ പ്രതിസന്ധി ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ആൾക്കാരാരാ? നിങ്ങൾ എന്താ കരുതി ഇഷ്ടം പോലെ പണം ഉണ്ടായ സുഖം ഉണ്ടാകുന്നോ? ലോകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നവരാരാ? പണക്കാരാ. സമ്പന്നർ അനുഭവിക്കുന്ന അത്ര പ്രതിസന്ധി സാധുക്കൾക്ക് ഉണ്ടാവില്ല, അത് പകുതി ഉണ്ടാവില്ല. കാരണം സമ്പത്തുള്ളവന് പരിഭ്രമവും ബേജാറും വിഷമങ്ങളും ഓരോ ദിവസം കൂടിക്കൂടി വരികയാണ്. സമാധാനം പറ്റ നഷ്ടപ്പെട്ടു എന്ന് പലപ്പോഴും അവൻ ചിന്തിക്കുകയാണ്. അത്ര കൗൺസിലിംഗ് നടത്തുന്ന, അത്ര സമാധാന മനഃശാസ്ത്ര വിദഗ്ധരെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു വിഭാഗം സമ്പന്നരെ പോലെ ലോകത്താരുമില്ല. കോടിക്കണക്കിന് ആസ്തിയുള്ളവര് അവരതിനെന്തിനും ചെലവഴിക്കും. സമാധാനം കിട്ടുന്നില്ല എന്നവർ പറയുന്നത്. സമാധാനം എന്ന് പറഞ്ഞാൽ, സുഖം എന്ന് പറഞ്ഞാൽ സുഖത്തിന്റെ ഏറ്റവും വലിയ മേലുവിലാസം സമ്പത്താണ് എന്ന് കരുതരുത്. അല്ല. സ്ഥാനാണെന്ന് കരുതുന്നുണ്ടോ? അതുമല്ല. ദുനിയാവിൽ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തേ തീരൂ. ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഏറ്റവും വലിയ പരീക്ഷണം ഈ ദുനിയാവിൽ വെച്ച് തരണം ചെയ്ത നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മാർഗത്തിലാണോ ബുദ്ധിമുട്ടുകളൊക്കെ, ആഖിറത്തിൽ അതിന് പ്രതിഫലം തീർത്തും ലഭിക്കും. സംശയം വേണ്ട. ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു ടെൻഷൻ വന്നാൽ, വിഷമം വന്നാൽ, രോഗം വന്നാൽ അതുകൊണ്ടൊക്കെ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടും. പാപങ്ങൾ പൊറുക്കാൻ ഒരു പാപവും ഇല്ലാത്ത ആളാണോ, അള്ളാഹു അവന്റെ ദറജ ഉയർത്തി കൊടുക്കും. ആഖിറത്തിലേക്കുള്ളവന്റെ സ്റ്റെപ്പ് അള്ളാഹു പടിപടിയായി ഉയർത്തും. അങ്ങനെ അള്ളാഹു തആല അവനെ എത്തിക്കാൻ ഉദ്ദേശിച്ച ഉന്നതമായ ഒരു നിലവാരത്തിൽ അള്ളാഹു എത്തിക്കും. പ്രതിസന്ധികൾ ഇല്ലാത്തവരാരുമില്ല. ഏറ്റവും വലിയ പ്രതിസന്ധി അവിടുന്നല്ലേ അനുഭവിച്ചത്. സഹോദരങ്ങളെ, ശത്രുക്കളെ ഭാഗത്തു നിന്നുള്ള പ്രതിസന്ധി എത്രമാത്രം കഠിനമാണ്, എത്രമാത്രം വലിയ പ്രതിസന്ധിയാണ് അനുഭവിച്ചത്. ശുഐബ് അബീ ത്വാലിബിൽ താമസിക്കുമ്പോ സ്വഹാബത്ത് പറഞ്ഞില്ലേ, ഞങ്ങളെ കൂട്ടത്തിൽ ഓരോരുത്തരും ആടുകൾ വിസർജിക്കും പോലെയാണ്, കാഷ്ടിക്കും പോലെയാണ് കാഷ്ടിക്കുന്നത്. കാരണം ആടിന്റെ ഭക്ഷണമാണ് കഴിക്കുന്നത്. ഇലയും പുല്ലും മാത്രമല്ലേ കഴിക്കാനുള്ളത്. മക്കയിലെ വലിയ വലിയ ഗോത്രക്കാര് മുഴുവനും ഉപരോധം നടത്തിപ്പോയി. പച്ചില ഭക്ഷിച്ചാണ് കൂടുന്നത്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്തത് കൊണ്ട് സ്വന്തം നാട്ടില്
ഭക്ഷണം തരാതെ നാട്ടിലെ ഉന്നത വിഭാഗങ്ങളൊക്കെ എതിർത്തു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ പ്രതിസന്ധിയാണെന്ന് ആലോചിച്ച് നോക്കി. പച്ചില ഭക്ഷിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഐബ് അബീ ത്വാലിബിൽ കഴിഞ്ഞുകൂടി. അവിടെയാണ് സഹോദരിമാരെ ഖദീജ ഉമ്മക്കുള്ള സ്ഥാനം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കൂടെയുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയോട് കുടുംബക്കാർ പറഞ്ഞു വീട്ടിലേക്ക് വരാൻ, ഭക്ഷണം അവിടുന്ന് കഴിക്കുക, അവിടെ ഇരിക്കണ്ട. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഇല്ല, എൻ്റെ പ്രിയതമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താണോ ഭക്ഷിക്കുന്നത് അതാണ് എൻ്റെ ഭക്ഷണം, എന്താണോ അവിടുന്ന് കുടിക്കുന്നത് അത് തന്നെയാണ് എൻ്റെയും പാനീയം, എനിക്കങ്ങനെ വേറെ സുഖമൊന്നും വേണ്ട. അതൊരു ഈമാനാ, ചെറുതൊന്നുമല്ലത്. ചെറിയൊരു സുഖം കുറയുമ്പോഴേക്ക് നിങ്ങൾ ഏതെങ്കിലും വഴിക്ക് നോക്കിയിട്ട് വേറെ പെണ്ണിനെ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയമാണിപ്പോ. ചെറിയൊരു സുഖം ജീവിതത്തിൽ കുറയുമ്പോഴേക്ക് നിങ്ങളെ കൂടെ ജീവിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവല്ലേ. ആണും പെണ്ണും രണ്ടും പോകുന്നുണ്ട്. പക്ഷെ ഈമാനിന്റെ മൂർച്ച കൊണ്ട് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ഉറച്ച നിലപാടുകളോടെ നിന്നത്. പച്ചില ഭക്ഷിച്ച് ജീവിക്കാൻ, കായ്ക്കനികൾ, ആടുകളും ഒട്ടകങ്ങളും മേഞ്ഞു തിന്നുന്ന ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷിക്കാൻ ശുഐബ് അബീ ത്വാലിബിൽ കഴിഞ്ഞുകൂടിയത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എത്രമാത്രം വലിയൊരു പ്രതിസന്ധിയാണ്. അബൂ ത്വാലിബ് ഇടപെട്ടിട്ടുകൂടി ഗോത്രവർഗക്കാർ പലരും പറ്റൂല എന്നല്ലേ പറഞ്ഞ്. അബൂ ത്വാലിബ് പറഞ്ഞു അത്ര കർശനമായ തീരുമാനം എടുക്കുന്നോ. അപ്പൊ ഗോത്രവർഗക്കാർ പലരും പറഞ്ഞെന്താണെന്നറിയാം, മക്കാര് നിങ്ങളെ സഹോദരന്റെ പുത്രന് വേണ്ടിയല്ലേ പറയുന്നത്, ഞങ്ങൾക്കത് കേൾക്കണ്ടെന്ന്. പക്ഷെ ഉപരോധം പൊളിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗം വിജയിച്ചു. അവരെഴുതി വെച്ച കത്തില് അള്ളാഹുവിന്റെ ഇസ്മല്ലാത്ത മുഴുവനും കഅബയിൽ കെട്ടിത്തൂക്കിയത് ചെതല് ഭക്ഷിച്ചു കഴിഞ്ഞു. അതവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എഴുതിയ കരാറ് സത്യമാണെങ്കിൽ അത് നിലനിൽക്കൂല, അത് കൊണ്ടുപോയി കെട്ടിത്തൂക്കിയത് കഅബന്റെ ഉള്ളിലല്ലേ, ഒന്ന് പോയി നോക്കൂ, അള്ളാഹുവിന്റെ ഇസ്മല്ലാത്ത മുഴുവനും ചെതല് ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോയി നോക്കുമ്പോ അങ്ങനെ തന്നെയല്ലേ. അവസാനം അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഈമാനികമായിട്ട് അവർ നേരിട്ട പരീക്ഷണങ്ങൾ ലോകത്താരാ നേരിട്ടത്? ആരുമില്ല. അള്ളാഹുവിന്റെ ദീനിന് ദഅവത്ത് നടത്തിയിട്ട് സ്വന്തം നെറ്റിയിൽ നിന്ന് നിലക്കാത്ത രൂപത്തിൽ രക്തങ്ങനെ ഒഴുകിയില്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ നിന്ന് രക്തങ്ങനെ നെറ്റിയിൽ നിന്ന് ഏറുകൊണ്ട് രക്തങ്ങനെ ഒഴുകുകയാണ് ഉഹദിന്റെ രണഭൂമിയിൽ. സ്വഹാബത്തെ എത്ര ഒപ്പിയെടുത്തിട്ടും രക്തം നിലക്കുന്നില്ല. അത് കണ്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായ അതിൻ്റെ ഒരു ഭാഗം എടുത്ത് ഒന്ന് കരിച്ചിട്ട് അതിൻ്റെ ചാരം കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചു കൊടുത്തപ്പോഴാണ് രക്തം നിന്നത്. അതുവരെ രക്തം ഉറ്റി വീഴുകയാണ്. സഹോദരങ്ങളെ, നമ്മളെന്ത് പരീക്ഷണങ്ങൾ അനുഭവിച്ചു ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ആ പരീക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ 53 വർഷക്കാലം മക്കയിൽ താമസിച്ചതുകൊണ്ട് മാത്രം മതിയായോ? പിന്നെയും പരീക്ഷണങ്ങളല്ലേ നിരവധി ഉണ്ടായത്. ജൂതന്മാരുടെ ഭാഗത്തുനിന്നും മുനാഫിഖുകളുടെ ഭാഗത്തുനിന്നും മുശ്രിക്കുകളുടെ ഭാഗത്തുനിന്നും നിറഞ്ഞ പ്രതിസന്ധികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചത്. അവിടുത്തെ പോലെ കഷ്ടപ്പാടുകൾ തരണം ചെയ്തവർ ഭൂമി ലോകത്ത് ആരും ഇല്ല. അതുകൊണ്ട് പ്രതിസന്ധികൾ നമുക്ക് ഈ ദുനിയാവിൽ ധാരാളം ഉണ്ടാകും. തരണം ചെയ്തുകൊണ്ട് ക്ഷമയോടെ ജീവിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ജീവിതം തകർക്കാൻ പാടില്ല, നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കണ്ടേ വേണം. അള്ളാഹുവിനോട് കാര്യങ്ങൾ മാറ്റത്തിന് വേണ്ടി ചോദിക്കണം. ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ ചോദിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടന്നോളന്നില്ല. അതുകൊണ്ട് നിരാശപ്പെട്ടേക്കരുത്. 1 or 2 ചോദ്യം കൊണ്ട് നിർത്തിയേക്കരുത്. ഇനി അത് നടക്കില്ല എന്ന് ആളുകൾ പറഞ്ഞാലും ചോദിക്കണം. അതുകൊണ്ടാണ് നിരാശ എന്ന് പറഞ്ഞ സംഗതി തീരെ ഇല്ലാത്ത ഈമാനാണ് അംബിയാഇന്റെ ഈമാൻ. നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരു കുട്ടിയെ കാണാതായിട്ട് ഒരു 25, 30, 40 കൊല്ലം കഴിഞ്ഞാൽ നാട്ടുകാരെന്താ വിധി ചെയ്താ ഇനി അത് തിരിച്ചു വരൂല അല്ലേ? ഇത് ചെയ്തൂലേ? തിരിച്ചു വരൂലേ? അങ്ങനെ പോകുമ്പോൾ തന്നെ എത്ര വയസ്സില്ലേ?
സംഗതി ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിച്ചിട്ട് ജീവിതം കഴിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും എവിടെയെങ്കിലുമൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു ജീവിക്കുന്നുണ്ടാവും. നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം, അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്വന്തം ജ്യേഷ്ഠന്മാർ 10 ആളുകൾ യാക്കൂബ് നബിന്റെ സമീപത്ത് നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ 16 വയസ്സാണ്. അത്രയും ചെറുപ്പകാലം. വർഷം 40, 50, 60, 70 കഴിഞ്ഞിട്ടും യാക്കൂബ് നബി അലൈഹി സ്വലാം എന്ന ഉപ്പ മക്കളോട് എന്താ പറയുന്ന അറിയോ? മക്കളെ, ലാ തൈഅസൂ മിർ റൂഹില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ആശ മുറിയരുത്. അള്ളാഹു തആല എൻ്റെ യൂസുഫിനെ എനിക്ക് മടക്കി തരും. എന്താ, എൻ്റെ മകനെ അള്ളാഹു തആല എനിക്ക് മടക്കി തരും. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത്. മക്കളോട് പറയാ, നിരാശപ്പെടരുത്, പോയി തെരഞ്ഞു നോക്കണം. നിരാശ വേണ്ട, പോയി തെരഞ്ഞു നോക്കണം. 3ാമത്തെ തവണ മിസ്റിലേക്ക് വന്നപ്പോഴാണ് കൊട്ടാരത്തിൽ ഇരിക്കുന്ന, രാജപദവിയിൽ ഇരിക്കുന്ന ആൾ സ്വന്തം സഹോദരനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമാണെന്ന് സഹോദരങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പോഴേക്ക് വർഷം ഇനി ഉപ്പഴെ കാണുമ്പോഴേക്ക് കൂട്ടി നോക്കുമ്പോൾ 80 വർഷമായിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഈ 80 വർഷമായിട്ടും നിരാശ ഉണ്ടോ? ഇല്ല. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് കുഞ്ഞ് ജനിച്ചത്? നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകൂല എന്നാണ് ആൾക്കാർ പറയാം. അത്രയും വയസ്സ് കഴിഞ്ഞില്ലേ. പക്ഷെ നിരാശപ്പെട്ടില്ല, ഒരിക്കലും നിരാശപ്പെട്ടില്ല. അള്ളാഹുവിനോട് ചോദിച്ചു, നല്ല ചോദ്യം ചോദിച്ചു. നിരാശ എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത നിലക്ക് ചോദിച്ചു. റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, അല്ലാഹുവേ, സ്വാലിഹീങ്ങളിൽ നിന്ന് ഉള്ള സന്താനങ്ങളെ എനിക്ക് നീ തരണം. സ്വാലിഹീങ്ങളിൽപ്പെട്ട നല്ല മക്കളെ എനിക്ക് നീ തരണം. ഇതൊക്കെ ചോദിക്കുമ്പോൾ വയസ്സേ 80 കഴിഞ്ഞിട്ടുണ്ട്. 80 കഴിഞ്ഞിട്ടുണ്ട്. ആശ മുറിഞ്ഞിട്ടില്ല അവര്. 86-ലാണ് 1ാമത്തെ കുട്ടി ഉണ്ടായത്. 86-ാമത്തെ വയസ്സിൽ നമ്മളെങ്ങനെ വിധി ചെയ്താ? ഇനി കുട്ടിയൊന്നും ഉണ്ടാവില്ല. വയസ്സ് 45, 50, 60 ആയില്ലേ, ഇനി എവിടുന്നുണ്ടാകാനാ? നമ്മളങ്ങനെ എഴുതുണ്ടാകാനായിക്കുമ്പോ നാം മനസ്സങ്ങനെയല്ല, എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അള്ളാഹുത്തേലും കണക്കൂട്ടി. എത്രയോ ആളുകൾക്ക് 40, 50, 60 കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടായതില്ലേ? അല്ലേ? ഉണ്ട്, ഉണ്ടായതില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെ ഉണ്ട് 60 വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായ ആള്. അയാൾ 1ാമത്തെ ഭാര്യയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. അപ്പൊ ആ ഭാര്യ അതിനിടക്ക് മരണപ്പെട്ടു പോയി. ഈ ഭാര്യ മരണപ്പെട്ട മുപ്പർക്ക് വലിയ സങ്കടമായി. കാരണം അത്രയും സ്നേഹത്തിലാണ്, ബന്ധത്തിലാണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത്. അപ്പൊ ഇനി ഒരു വിവാഹം വേണ്ടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. അല്ല, നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് കുടുംബക്കാരൊക്കെ പറഞ്ഞപ്പോൾ ഒരു കല്യാണം കഴിച്ചു. പിറ്റത്തെ കൊല്ലം തന്നെ ഒരു കുട്ടിയായി. ഇയാൾക്ക് 60, ഭാര്യക്ക് 55. നോക്ക് നിങ്ങൾ. അപ്പൊ 60-ലല്ലേ അള്ളാഹുത്തല കണക്കാക്കിയത്? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? നിരാശ ഇല്ലാത്തൊരു ഈമാൻ അംബിയാവിന്റെ ഈമാൻ. ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രതിസന്ധികളാണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പാടെ ഇനിയൊന്നും ചോദിക്കണ്ട. ഇനി ദ്വാസമ്മേളനത്തിന് സംഭവിക്കേണ്ട ഒരു സംഭാവനയും കൊടുക്കണ്ട. ഏതായാലും ഉസ്താദ് അങ്ങനല്ലേ സൂറത്തുൽ ബലദ് വിശദീകരിച്ചത്, അങ്ങനെ പോയിക്കോട്ടെ, അങ്ങനെ തീരുമാനിക്കരുത്. നേരിടണം നമ്മളത്. ആ നേരിടുന്നതിൽ നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും സ്വഭാവമുണ്ട്. അള്ളാഹു അത് നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. നിരാശപ്പെടരുത്. ഒരു ഉമ്മയും ഒരു സഹോദരനും ഒരു സഹോദരിയും നിരാശ വെക്കരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിയരുത്. അള്ളാഹു തആല കണക്കൂട്ടിയത് എങ്ങനെയാണ്? അങ്ങനെ തരും. അതുകൊണ്ടല്ലേ വർഷങ്ങളോളം ചോദിച്ച് ഒരു നിലക്കും ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് ഒരാൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. ഞാൻ എത്രയാണ് പഠിച്ചവനോട് ചോദിക്കുന്നത്? അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അള്ളാഹുവേ, എന്താണ് ആ മനുഷ്യന് ഉത്തരം കൊടുക്കാത്തത്? അപ്പം അള്ളാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, ഒന്ന് ഇങ്ങോട്ട് മനസ്സ് തിരിച്ച് ചോദിക്കാൻ പറയുന്നു. കുറിക്ക് കൊള്ളേണ്ട ചോദ്യം, ഒന്ന് ഇങ്ങോട്ട് മനസ്സ് എന്നിലേക്ക് തിരിച്ചുകൊണ്ടൊന്ന് ചോദിക്കാൻ പറയും. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ മനസ്സൊന്ന് അള്ളാഹുവിലേക്ക് തിരിച്ച് വേറെ ശുഗലൊക്കെ വിട്ടിട്ടൊരു ചോദ്യം കൊണ്ട് ചോദിക്കുക, അള്ളാഹു തആല തരും. നേരെ പിറ്റേന്ന് തന്നെ കിട്ടി. ചോദിച്ച കാര്യം പിറ്റേന്ന് തന്നെ കിട്ടി. അപ്പൊ അത്രയും കാലം ചോദിച്ചതോ? ചോദ്യമായിട്ടില്ല. അത്രയും കാലം ചോദിച്ച ചോദ്യമായിട്ടില്ല. ചോദ്യം നാവോണ്ടേ ആയിട്ടുള്ളൂ. കൽപറിഞ്ഞിട്ടുള്ള ചോദ്യമായിട്ടുണ്ടോ? ആയിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ അള്ളാഹു തആല തരൂലേ? തരും. അതിനാണ് സത്യത്തിൽ സഹോദരങ്ങൾ ഇഖ്ലാസ് എന്ന് പറയുന്നത്.
അപ്പൊ അല്ലാഹു തആല ആ അമൽ ആ രൂപത്തിലാണ് ഖബൂലാക്കും, ഒരു മാറ്റവും ഇല്ലാതെ. അതൊരു പക്ഷേ ചില ആളുകൾക്ക് വൈകും, ചില ആളുകൾക്ക് പെട്ടെന്നാകും. അങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടാകുക. ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കും. അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ഈ സഹോദരങ്ങളെ, ശാരീരിക ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, പണ്ഡിതന്മാര് വിശദീകരിച്ചു, നമ്മോട് അല്ലാഹു തആല നിർദ്ദേശിച്ചിരിക്കുന്ന അത്തകാലീഫ്, കീർത്തനകളില്ലേ, അതൊക്കെ പ്രതിസന്ധികളാണ്. കീർത്തനകളൊക്കെ പ്രതിസന്ധികളാണ്. നിസ്കരിക്കുന്നത്, നോമ്പ് വെക്കുന്നത്, ഓരോ ഘട്ടം ആലോചിച്ച് നോക്ക് നിങ്ങൾ. നിസ്കാരമൊക്കെ ഒരു വലിയ വലിയ പ്രതിസന്ധിയാണ് മനുഷ്യൻ തരണം ചെയ്യുന്നത്. കാരണം ഒരു വിട്ടുവീഴ്ചല്ലല്ലോ അമലിന്. ബുദ്ധി ശേഷിക്കുന്ന കാലത്തോളം നിസ്കരിച്ചോണം. എത്രയാണ് ഇപ്പൊ അതിൻ്റെ ഒരു കാലാവധി വെച്ചത് നോക്ക് നിങ്ങൾ. ആരോഗ്യം നിലനിൽക്കുന്ന കാലത്തോളം നല്ല പറഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ കുറെ ആൾക്കാർക്ക് വിശ്രമിക്കാൻ നേരായി. ആരോഗ്യം അത്യാവശ്യത്തിന് എല്ലാം ചെയ്യാൻ 14 ഫർളും ചെയ്യാനുള്ള ആരോഗ്യമുള്ള സമയത്ത് പിന്നെ അത് ആഫിയത്തിൽ നിങ്ങൾ നിർത്തിക്കോളിന്നാണെങ്കിൽ റെസ്റ്റ് എടുക്കാൻ സമയല്ലേ. പക്ഷെ അങ്ങനല്ല പറഞ്ഞത്. ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കരിച്ചോളണം. അപ്പൊ ബുദ്ധിയുണ്ട്, ആരോഗ്യം ശേഷി കുറഞ്ഞിട്ടുണ്ട്, ബുദ്ധിയൊക്കെ ഉണ്ട്, കൈയും കാലൊന്നും വഴങ്ങൂല. എന്നാൽ ബാക്കിയുള്ള അവയവങ്ങളെ കൊണ്ടൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. നിസ്കരിച്ചോളണം. സ്വന്തമായിട്ട് ഉദു കൊടുക്കാൻ കഴിയൂല, ഉദു കൊടുത്ത് കൊടുത്തോളണം. ഇരിക്കാൻ കഴിയൂല, താങ്ങി പിടിച്ചിരുത്തിയോളണം. അല്ലേ സഹോദരങ്ങളെ? എല്ലാ സമയത്തും നജസ് ഒഴുകാൻ, മൂത്രവാർച്ചയാണ്. ഒരു മിനിറ്റ് ഒഴിവുണ്ടോ? അങ്ങനെ ഓരോ മണിക്കൂറിലും 10-5 മിനിറ്റിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കണ്ടെന്നാണോ? നിസ്കരിക്കണം. ട്യൂബ് ഇട്ടുകൊണ്ട് തന്നെ നിസ്കരിക്കണം. സിൽസുൽ ബൗല്, നിത്യവാർച്ച, മൂത്ര നിത്യശുദ്ധിക്കാരന്റെ നിസ്കാരം നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ സമയമായതിനു ശേഷം പെട്ടെന്ന് തന്നെ ഉളു കൊടുത്ത്, ജമാഅത്തിലോ പങ്കെടുക്കാനും കുഴപ്പമില്ല, അതിന്റെ നിബന്ധനകൾ അനുസരിച്ച് ഉളു കൊടുത്ത് ആ കവറൊന്ന് ശുദ്ധിയാക്കി വീണ്ടും ഒന്ന് ഫിറ്റ് ചെയ്ത്, അപ്പൊ നിസ്കരിക്കുമ്പോൾ പിന്നെയും കൊടിയൂല. അത് അഫുണ്ട്, എല്ലാവർക്കും ഇല്ല കേട്ടോ, അവർക്ക് എല്ലാവർക്കും അല്ല, അവർക്ക് ആ നിത്യശുദ്ധിക്കാരൻ അവരെ അത് അങ്ങനെ ഭദ്രമാക്കി റെഡിയാക്കി നിസ്കരിച്ചോളണം. ബ്ലീഡിംഗ് ഉള്ള സഹോദരി നിസ്കരിക്കണ്ടേ? ബ്ലീഡിങ് ഉള്ള സഹോദരി നിസ്കരിക്കണം. നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ആ സ്വകാര്യ ഭാഗങ്ങൾ ശുദ്ധിയാക്കി വെച്ച് കെട്ടി, പഞ്ഞി കൊണ്ട് റെഡിയാക്കി വെച്ച് ശരിക്ക് വെച്ച് കെട്ടി ഉടനെ തന്നെ നിസ്കാരക്കുപ്പായവും മറ്റും മാറ്റി നിസ്കരിച്ചോളണം. അപ്പൊ ആ ടൈമിൽ പുറപ്പെടുന്ന രക്തങ്ങളോ അതിന് അഫുണ്ട്. അങ്ങനെ കഴിയുള്ളൂ. പക്ഷെ അപ്പോഴും നിസ്കരിക്കണ്ടല്ല എന്നല്ലേ പറഞ്ഞു, നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞു. നിസ്കാരമൊക്കെ ഒഴിവാക്കി കൊടുക്കണമെങ്കിൽ യുദ്ധത്തിന്റെ രംഗത്ത് ഒഴിവാക്കി കൊടുക്കണ്ടേ? അതാ നമുക്ക് ഏറ്റവും ഒരു മൂർച്ച തോന്നിയ രംഗം. അപ്പുറത്തെ ശത്രുക്കൾ, സായുധര്, കൽപ്പന സമയമാകുമ്പോൾ ഇവിടെ നിസ്കരിച്ചോളണം. ഒരു ടീമിനെ അവിടെ നിർത്തിയിട്ട് ഇവിടെ നിസ്കരിക്കണം, അതും ജമാഅത്തായി നിസ്കരിക്കണം. അങ്ങനെ പറഞ്ഞു. സൂറത്തുൻ നിസായിൽ നിസ്കരിക്കണം എന്നുള്ള, യുദ്ധത്തിൽ നിസ്കരിക്കുന്ന ആയത്തിറങ്ങിയപ്പോൾ ഒറ്റയ്ക്ക് എന്നല്ല, ഒരു വിഭാഗത്തെ തങ്ങൾ അവിടെ നിർത്തുക, ഒരു വിഭാഗം വന്ന് തങ്ങളെ കൂടെ നിസ്കരിക്കുക. ഇവര് തങ്ങളെ കൂടെ നിസ്കരിച്ച് 2 റക്അത്ത് ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് പിന്നെ അവര് സലാം വീട്ടിട്ട് അവര് പോകുക. കസ്റാക്കി ജമാക്കി നിസ്കരിക്കണേ പലപ്പോഴും ദൂരത്തല്ലേ, അവര് പോകുക. തങ്ങളവിടെ കാത്തു നിൽക്കുക, ഇവരവിടെ പോയി കാവൽ നിൽക്കുക. മറ്റേ വിഭാഗം വന്ന് തങ്ങളെ കൂടെ നിസ്കരിച്ചുകൊണ്ട് അവരോടൊപ്പം സലാം വീട്ടുക. ഒരു ശൈലിയാണ് സ്വലാത്തുൽ ഖൗഫിന്റെ ഒരു ശൈലി. പക്ഷെ അപ്പോഴും പറഞ്ഞത് നിസ്കരിക്കണം തന്നെയാണ്. അത് വല്ലാത്തൊരു തക്ലീഫ് തന്നെയാണത്. അപ്പൊ അത് ആ ഒരു പ്രയാസം ദുർബലതയോടുകൂടെ സഹിക്കുന്നതിൽ, തരണം ചെയ്യുന്നതിൽ അല്ലാഹു തആല നമുക്ക് വലിയ ഫലം തരും, പ്രതിഫലം തരും. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രായാധിക്യത്തിലും 99 വയസ്സ് കഴിഞ്ഞിട്ടും വിശുദ്ധ ഹറമിലേക്ക് വടിയും കുത്തിപ്പിടിച്ച് തറാവീഹിന് വന്ന ഒരാളെ, അയാൾ എൻ്റെ നേരെ അടുത്താണ്. അയാളെ പേരക്കുട്ടിയുണ്ട് കൂടെ. പേരക്കുട്ടി വന്നത് കഹ്വയായിട്ടാണ്. കഹ്വല്ലേ, കഹ്വന്റെ 2-3 ഫ്ലാസ്കും ഉണ്ട്. അതുകൊണ്ടാണ് വന്നിരിക്കുക. തറാവിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ആശ്വാസം പോലെ കുടിക്കാനേ വന്നിരിക്കുക. 99 മൂപ്പര് നിൽക്കുന്നില്ല, വളഞ്ഞിട്ടാണുള്ളത്. വടി ഇങ്ങനെ കുത്തിപ്പിടിച്ച് അതിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. ഖിയാമിൽ സുജൂദിലേക്ക്, റുക്കുവിലേക്ക്, സുജൂദിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ വടി ഇങ്ങനെ കുറച്ച് അമർത്തി വെച്ചിട്ട് ആ വടി ഒന്നിങ്ങനെ നീട്ടി വെക്കും അവിടെ സുജൂദിൽ. സുജൂദിന് ഇങ്ങനെ ഉയരാൻ ആ വടി പതുക്കെ ഇങ്ങനെ കയ്യിലേക്ക് ഒന്ന് വലിച്ചെടുത്തിട്ട് അതിമങ്ങനെ ബലം പെട്ടിട്ടാണ്, ഒരു കൈ മുട്ടിന്റെ ഭാഗത്തും ബലം കൊടുത്തിട്ടാണ് എഴുന്നേൽക്കുന്നത്. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുമാണ് മൂപ്പർ എഴുന്നേൽക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇത്രയും പ്രായാധിക്യത്തിൽ നിങ്ങൾ ഈ നിസ്കാരത്തിൽ
അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്കവിടെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് തറാവിയല്ലേ ഒരു റാഹത്ത് കിട്ടുന്നില്ല, ഇങ്ങോട്ട് തന്നെ വരണം, ഞാൻ അങ്ങനെ വന്നതാണ്. അതാ ഒരു പ്രതിസന്ധി സഹിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണത്, ചെറുതൊന്നുമല്ലത്. അപ്പൊ സഹോദരങ്ങളെ, ഓരോ പ്രതിസന്ധികളും സഹിക്കുന്നതിൽ മുഅ്മിനീങ്ങൾക്ക് വലിയ ഫലമുണ്ട്. ഒരു ചെറിയ മുള്ളു കുത്തുന്നത് പോലും വെറുതെ ആയി പോകൂല. പക്ഷേ പ്രതിസന്ധി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഉണ്ട്. പ്രതിസന്ധി തീരുന്ന ഒരു രംഗം ഇവിടുന്ന് അങ്ങനെ പോയി ഉറച്ചു നിൽക്കുന്ന ഒരു രംഗം സ്വർഗത്തിലേക്ക് അങ്ങോട്ട് എത്തുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ, സ്വർഗ്ഗക്കാർ പറയുന്ന വാക്കാണത്. അല്ലാഹുവേ, ടെൻഷനൊക്കെ മാറ്റി, ടെൻഷനില്ലാത്ത ലോകം, വിഷമങ്ങളില്ലാത്ത ലോകം, ബുദ്ധിമുട്ടുകളില്ലാത്ത ലോകം, ഒരാളുടെ കറുത്ത കണ്ണുകൊണ്ടൊരു നോട്ടോ ഒരു വിഷമാവസ്ഥ ഒന്നും കാണേണ്ടതില്ലാത്തൊരു ലോകം, ഇത്ര സുഖമുള്ള ഒരു ലോകം വേറല്ല. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷം സ്വർഗ്ഗക്കാർ സന്തോഷം കൊണ്ട് പറയുന്നൊരു വാക്കാണ്, വിഷമാവസ്ഥ എന്നുള്ളതൊക്കെ നീങ്ങിപ്പോയി. ടെൻഷൻ ഇവിടെ ഉണ്ടാകും, പക്ഷെ ടെൻഷൻ നീക്കാനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. ടെൻഷൻ തീർക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ, നമുക്ക് പൊതുവെ ടെൻഷൻ വരാനുള്ള മേഖല, ആളുകൾക്ക് പൊതുവെ ടെൻഷൻ വരുന്ന വിഷമം വരുന്നത് എവിടുന്ന? വിഷമം വരുന്നത് പൊതുവെ ദുനിയാവിൻ്റെ ഈ ആർത്തി മൂക്കുന്നത് കൊണ്ടാണ്. ദുനിയാവിനോടുള്ള ആർത്തി, പണക്കൊതി എന്ന് വേണമെങ്കിൽ പറയാം, അത് മൂക്കുന്ന സമയത്ത് ടെൻഷൻ വരും. ഏതെങ്കിലും ഒരു തലക്കിൽ തകർച്ചയോ വിഷമോ വന്നാൽ ടെൻഷൻ വരും. അങ്ങനെ ഒരു പണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നെ പടച്ചോന് എന്ന് കണക്കൂട്ടരുത്. പണം അല്ലാഹു തആല സാർവത്രികമായി ഒരുപോലെ എല്ലാവർക്കും തരുമോ? അങ്ങനെ തീരുമാനമല്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ആണെന്ന് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ അല്ലാഹു തആലാക്ക് നിശ്ചയമെല്ലാം. വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി, എല്ലാവർക്കും ഒരുപോലെ അല്ലാഹു തആല കൊടുത്തിരുന്നുവെങ്കിൽ ലബഗൗ ഫിൽ അർളി, ഭൂമിയിൽ അവർ അക്രമം ചെയ്തു കൂടുമായിരുന്നു. ഒരുപോലെ കൊടുക്കാഞ്ഞിട്ട് തന്നെ അക്രമത്രേ. ഒരുപോലെ കൊടുത്തിരുന്നെങ്കിൽ അക്രമത്തിൻ്റെ ചോരയുടെയും ഒരു വാസനിക്കാത്തൊറ്റ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല നിലവാരങ്ങളൊക്കെ മാറ്റിയത്. യുനസ്സിലു ബി ഖദരി മാ യശാ, അല്ലാഹു ഉദ്ദേശിച്ച ലിമിറ്റ് അനുസരിച്ച് അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കും. പരീക്ഷണം അവിടെയാണ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം ആ ഒരു കൊതിയിലാണ്, അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ തർക്കങ്ങളും പണക്കങ്ങളും വരുന്നത് എന്തിന്റെ പേരിലാ? സമ്പത്തിന്റെ പേരിൽ, അല്ലേ? ഏറ്റവും കൊലപാതകങ്ങൾ നടക്കുന്നത് സമ്പത്തിന്റെ പേരിലാണ്. ഇപ്പൊ അടുത്ത് കണ്ടില്ല നിങ്ങൾ, കുറെ കാലം തൊഴിലെടുത്തിരുന്ന മുതലാളിയോട് തൊഴിൽ ചോദിച്ചെന്നൊരു ചെറുപ്പക്കാരൻ, നിനക്കിവിടെ തൊഴിലില്ല എന്ന് പറഞ്ഞപ്പോ, എന്നാ എനിക്ക് തൊഴിലില്ലെങ്കിൽ നിനക്കും തൊഴിൽ വേണം, ഉടനെ കുത്തിയില്ലേ, അവളെ പണിയാക്കി. വിദേശത്ത് ഇപ്പൊ അടുത്ത് 2 ആഴ്ച മുമ്പ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഈ ചെറുപ്പക്കാരനെ കടയിൽ നിർത്തിയിട്ട് ഒരുപാട് നഷ്ടമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയത്. വീണ്ടും വന്ന് ജോലിക്ക് കയറട്ടെ എന്ന് ചോദിച്ചു. നിന്നെ ഇവിടെ നിർത്തിയിട്ട് എനിക്ക് നഷ്ടാന്നൊക്കെ പറഞ്ഞു. എന്നാ പിന്നെ മൊത്തം നഷ്ടമായിക്കോട്ടെ എന്ന് നിർത്തിയിട്ട് കയ്യിലിരിക്കുന്ന കടാര കൊണ്ട് കുത്തി. ബാപ്പയെയും ഉമ്മയെയും കഴുത്തറുത്തത് സമ്പത്തിന്റെ പേരിലാണ്. സ്വന്തം സഹോദരനെയും സഹോദരിയെയും പീതെറിഞ്ഞത് സമ്പത്തിന്റെ പേരിലാണ്. അയൽവാസിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയത് സമ്പത്തിന്റെ പേരിലാണ്. ഒരു ബാപ്പ നല്ല ആസ്തിയും പണവും നല്ല ലക്ഷപ്രഭുവും കോടിക്കണക്കിന് സ്വത്തുള്ളൊരു ബാപ്പ രണ്ടാമതൊരു കല്യാണം കഴിച്ചപ്പോ ആദ്യത്തെ ഭാര്യയിലെ മക്കൾ ബാപ്പയെ കഷ്ണങ്ങളാക്കി നുറുക്കി കർണാടകയിലെ ഒരു പുഴയിൽ കൊണ്ടുപോയി കുടുക്കി. നമ്മുടെ ജില്ലയിലാണ് ആ സംഭവം നടന്നത്. പുഴയിൽ കൊണ്ടുപോയി പിടികൂടിയത് അവരൊക്കെ മൊത്തം പിടികൂടി. എന്താ വിഷയം? സ്വത്ത് ഭാഗിക്കപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. മന്ത്രി കല്യാണം കഴിച്ചല്ലേ, മക്കളൊക്കെ ഉണ്ടായാലും അങ്ങോട്ടും കൊടുക്കണ്ടേ? അതാ. അപ്പൊ എല്ലാറ്റിൻ്റെയും മേൽവിലാസം അതാണ്. ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ഓരോ സമുദായത്തിനും ഓരോ പരീക്ഷണങ്ങളുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽമാൽ, എന്റെ ഉമ്മത്തിനുള്ള പരീക്ഷണം ഫിത്ന, അത് സമ്പത്താകുന്നു, പണമാകുന്നു. പണം എന്ന് പറഞ്ഞിട്ട് തിരക്കണ്ട. അല്ലാഹു തആല തന്നതിൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല നല്ല മാർഗങ്ങളിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം. കേടായ മാർഗങ്ങളിൽ കൊടുത്തിട്ട് ആദ്യഘട്ടത്തിലൊക്കെ സന്തോഷം വന്നിട്ട്
പിന്നെ ഈ സന്തോഷത്തിൻ്റെ ഇരട്ടി 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 എത്രയോ ദുഃഖം വരുമ്പോൾ വേണ്ടില്ലായിരുന്നു എന്നിങ്ങനെ ആവർത്തിച്ചിങ്ങനെ തസ്ബീഹ് ഇങ്ങനെ ചൊല്ലും. വേണ്ടില്ലായിരുന്നു വേണ്ടില്ലായിരുന്നു വേണ്ടില്ലായിരുന്നു, ഒക്കെ പോയല്ലോ മുതൽ മുടക്ക് അടക്കം പോയല്ലോ എന്നിങ്ങനെ പറയും. അതിന് നിൽക്കണ്ട. അതൊക്കെ മനുഷ്യന്മാർക്ക് ഓരോരുത്തർക്ക് തോന്നുകയാണ്, അങ്ങനെ ചെയ്താലേ അത്യാവശ്യം ഉണ്ടാവുള്ളൂ, അങ്ങനെ ചെയ്താൽ അത്യാവശ്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ മനുഷ്യൻ ചിന്തിക്കരുത്. മനുഷ്യന് കഷ്ടപ്പാടുകളൊക്കെ ഈ ദുനിയാവിൽ ഓടുകൂടെ തീരുന്നൊരു ലോകം വരുന്നേ വരെ ഉണ്ടാവും. അത് ഓരോന്നായിട്ട് ഓരോരുത്തരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഓരോരുത്തരുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും ഓരോ തരത്തിലുള്ള കഷ്ടപ്പാടുകൾ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. അതുകൊണ്ട് നിരാശപ്പെടരുത്, സുബ്ർ ചെയ്യണം, നല്ല ക്ഷമയോടുകൂടി ജീവിക്കണം. മഹാന്മാരായ അംബിയാഇന്റെ ക്ഷമ, ഔലിയാക്കളെ ക്ഷമ, അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. എത്ര ക്ഷമയാണ് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. അതിൻ്റെ ചെറിയൊരു ശതമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ മനസ്സമാധാനം ഉണ്ടാവും. ക്ഷമിക്കാനുള്ള കഴിവ് ഒരു മോമിനായ മനുഷ്യന് നൽകപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും നല്ല കാര്യം അത് ക്ഷമയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ നൽകപ്പെടുന്ന കാര്യങ്ങളിൽ നോക്ക്, നിങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാം ക്ഷമിച്ചത്, ചെറിയ ക്ഷമ ക്ഷമിച്ചത്, എന്തെങ്കിലും ഒരു വിരോധം ഉണ്ടായോ? ബാപ്പയിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടതിന് ശേഷം അടിമച്ചന്തയിലും കൊട്ടാരത്തിലും 10-30 വർഷക്കാലം ജയിലിലുമൊക്കെ താമസിച്ച ആ ജീവിതത്തിന് കാരണക്കാരായി വർത്തിച്ചവർ സ്വന്തം രക്തങ്ങളല്ലേ, സഹോദരങ്ങളല്ലേ. അവര് ഭക്ഷണം ചോദിച്ചു വന്നപ്പോ ഭക്ഷണം മുടക്കിയോ? ഭക്ഷണത്തിന് വേണ്ടി അവർ കൊണ്ടുവന്ന നാണയത്തുട്ട് പോലും സ്വീകരിച്ചിട്ടില്ല. അവരെ കവറിലിട്ട് മടക്കി വെച്ച്. എന്തൊരു ക്ഷമയാണ് ഇത്! സ്വന്തം രക്താണ്, സ്വന്തം ബാപ്പാന്റെ മക്കളാണിത്. ഇവരെ ജയിലിലടക്കാൻ പാടില്ല. ഒരു ചെറിയ ഉത്തരവ് പോലെ രാജാവിന് അത് 10 ആളെയും പിടിച്ച് ജയിലിടി എന്ന് പറയാൻ എത്രത്തോളം താമസമുണ്ടോ? അതുകൊണ്ടല്ലേ അവസാനം പറഞ്ഞത്, നിങ്ങൾക്ക് അള്ളാഹു വലിയ സ്ഥാനം തന്നല്ലോ എന്ന് പറഞ്ഞപ്പോ എന്താ മറുപടി പറഞ്ഞത്? ഇന്നഹു മയ്യത്തഖി വയസ്ബിർ. അതുകൊണ്ട് ആ സ്ഥാനം കിട്ടിയത്. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ. മുത്തഖിയായ നിലക്ക് സബർ ചെയ്ത് ജീവിച്ചാൽ ആർക്കും അള്ളാഹു സ്ഥാനം തരും. മുത്തഖി ആയതുകൊണ്ടാണ്, സബറുള്ളത് കൊണ്ടാണ് ആ സഹോദരങ്ങളെ ഒരു വാക്ക് പോലും പരിക്കേൽപ്പിച്ചില്ല. ഒന്നും. ശിഷ്ടകാലം നിങ്ങൾ എന്നോടൊപ്പം കൊട്ടാരത്തിൽ താമസിക്കണം എന്ന് ഇങ്ങോട്ട് വരീന്നാ പറഞ്ഞത് അല്ലേ? നിങ്ങൾ വാപ്പാനെയും കുടുംബങ്ങളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരണം. മൊത്തം കൂട്ടി നോക്കുമ്പോൾ എത്ര ആളുണ്ടെന്ന് അറിയോ? ഈ 10 ആളുകൾ, അവരെ ഭാര്യമാര് അല്ലേ, മക്കള്, അവർക്ക് തന്നെ പേരക്കുട്ടികള്, വർഷം കുറേ ആയിട്ടില്ലേ, അവരൊക്കെ കൂടി വന്നാൽ ഒരു 75 ആൾക്കാരുണ്ട്. അവര് മൊത്തം കൊട്ടാരത്തിൽ ഈ ഒരാളെ ചെലവില്. ആരെ ചെലവില്? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചെലവിൽ അല്ലേ? സ്വന്തം ജ്യേഷ്ഠന്റെ അനുജന്റെ ചെലവ് ഒരാൾ വഹിക്കുമ്പോഴേക്കും നമുക്ക് കിരികിരി തുടങ്ങിയില്ലേ? തുടങ്ങിയില്ല സഹോദര? ക്ഷമിക്കാൻ അത്ര പോലും കഴിയുന്നുണ്ടോ? സ്വന്തം രക്താണ്, പാപ്പാന്റെ മോനാണ്, സ്വന്തം രക്ത സഹോദരൻ. ചെറിയൊരു കഴിവ് കുറവുണ്ട്. അപ്പൊ നമ്മൾ ആ ചെലവ് നോക്കുമ്പോഴേക്കന്നെ നമുക്ക് തുടങ്ങി ക്ഷമയുടെ കുറവുണ്ട്, പിരിപിരി തുടങ്ങി. എത്ര കാലം ഇവന്റെ ചെലവ് ഞാൻ വഹിക്കേണ്ടി വരും? രോഗഗ്രസ്തനായി കിടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയില്ലേ, എത്ര കാലം ഇവനെ നോക്കേണ്ടി വരും? അവിടെ തഖ്വയോടെ ക്ഷമിച്ചു നിന്നാൽ തരേണ്ടത് അള്ളാഹു തരും. അതാണ് മറുപടി പറഞ്ഞത്. ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളിയു അജ്റൽ മുഹ്സിനീൻ. മുത്തഖിയായ നിലക്ക് സബർ ചെയ്തു നിന്നാൽ അള്ളാഹു തആല ഒന്നും കുറക്കൂല, തരേണ്ടതോ അതിലപ്പുറവും തരും. അങ്ങനെ തഖ്വയിലൂടെ സബർ ചെയ്ത് നിന്നപ്പോഴാണ് ഈ വലിയ രാജകീയമായ പദവി, എല്ലാ ജനങ്ങൾക്കും സേവനം ചെയ്യാൻ പറ്റുന്നതിനൊരു തൗഫീഖ്, നാട്ടുകാർക്കും അയൽനാട്ടുകാർക്കും ഒക്കെ ഇഷ്ടം പോലെ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കാനുള്ള ആ ഒരു അധികാരത്തിന്റെ ആ ഒരു സ്റ്റെപ്പ് യൂസുഫ് നബി അലൈഹി സ്വലാമിന് കിട്ടിയത് ചെറുതല്ലത്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ രാജാവ് ഏൽപ്പിച്ച തന്നെ കൊട്ടാരത്തിലെ നിധിശേഖരങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനുള്ള ആളായിട്ടാണ്. റവന്യൂ വകുപ്പാ മൊത്തം ഏൽപ്പിച്ചു കൊടുത്തത്. കിട്ടാൻ ഏറ്റവും കൊതിയുള്ള വകുപ്പല്ലേ അത്? കാരണം ഏത് കാര്യങ്ങളും സുഖമായിട്ട് നടത്തിക്കൂടെ? അതാണ് ഏൽപ്പിച്ചു കൊടുത്തത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ പൊതുവകുപ്പ് മൊത്തം കൊടുത്തു. സഹോദരങ്ങളെ, ആ സാമ്പത്തികമായ വകുപ്പ് അത് എന്നെ ഏൽപ്പിച്ചോളൂ, കൃത്യമായിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്നു പറഞ്ഞപ്പോൾ രാജാവിനൊരു സന്ദേഹം ഉണ്ടായില്ല. കാരണം എങ്ങനെ ഈ നാട്ടിൽ വരുന്ന വരൾച്ചയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്
മാസപ്പടിയായിട്ട് ശമ്പളം വാങ്ങുന്ന സ്വപ്ന വ്യാഖ്യാതാക്കൾക്ക് പറയാൻ കഴിയാത്തൊരു കാര്യം അള്ളാഹു നൽകിയ ഇൽമ കൊണ്ട് വളരെ കൃത്യമായി പറഞ്ഞപ്പോ രാജാവിനത് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് രാജാവ് പറഞ്ഞത് അസ്തഖ്ലിസുഹു ലിനഫ്സി, എൻ്റെ സ്വന്തക്കാരനായിട്ട് യൂസുഫിനെ ഞാൻ ഈ കൊട്ടാരത്തിൽ വാഴ്ത്തുന്നു. സ്വന്തക്കാരനാക്കിയിട്ടാണ് കൂട്ടിയത്, വലിയ സ്ഥാന കൊടുത്തത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് അങ്ങോട്ട് വരുമ്പോഴേക്ക് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന അസീസ് രാജാവ് പറഞ്ഞ പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒരാളില്ലേ, മൂപ്പര് മൂത്തായി പോയിട്ടുണ്ട്. സ്ഥാനത്തുനിന്ന് ഭ്രഷ്ടനായി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മൂപ്പര് മരിച്ചു. ആ സ്ഥാനത്തിലേക്കാണ് പകരം യൂസുഫ് നബി അലൈഹി സ്വലാം വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് തഖ്വയും സുബറും അള്ളാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അതുകൊണ്ട് നിരാശപ്പെടരുത്, നല്ല സുബറോടുകൂടെ മുന്നോട്ട് നീങ്ങണം. കഷ്ടപ്പാടുകൾ അതില്ലാതിരിക്കൂല, ഉണ്ടാകും. സുബർ ചെയ്യുക, കൂലി ആഗ്രഹിക്കുക, സലാമത്തിന് വേണ്ടി ദ്വാരക്കുക. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, മനുഷ്യന് കുറച്ച് ആരോഗ്യവും സമ്പത്തുമൊക്കെ വരുമ്പോ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അല്ലൻ യഖ്ദിറ അലൈഹി അഹദുൻ, ഒരാൾക്കും എന്നെ കീഴ്പ്പെടുത്താനോ സ്വാധീനിക്കാനോ കഴിയില്ലെന്ന് കരുതുന്നുണ്ടോ? അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദുൻ, ഒരാൾക്കും തന്നെ കീഴ്പ്പെടുത്താനോ തന്നെ ഭരിക്കാനോ തന്നെ നിയന്ത്രിക്കാനോ കഴിയില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വിചാരം മനുഷ്യന് വേണ്ട. ചെറിയ ഒരു രോഗം വന്നാൽ അവൻ തളർന്നുപോയി, സ്വന്തം നടക്കാൻ അവന് കഴിയില്ല, സ്വന്തം ഒന്ന് പിടിക്കാൻ അവന് കഴിയില്ല, സ്വന്തം ഒരു കാര്യവും ചെയ്യാൻ അവനാകുന്നില്ല. വലിയ രോഗങ്ങളൊന്നും വരണ്ട, ചെറിയൊരു അസ്വസ്ഥത വന്നാൽ തന്നെ മനുഷ്യൻ തളർന്നുപോയി. മനുഷ്യൻ അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലൻ യഖ്ദിറ അലൈഹി അഹദുൻ, ഒരാളും എൻ്റെ മേൽ കഴിവാകൂല, എൻ്റെ മേൽ അടക്കി ഭരിക്കൂല, ഞാൻ എല്ലാറ്റിൻ്റെയും മുകളിലാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇത് മൊത്തത്തിൽ അല്ലാഹു തആല മനുഷ്യനോട് പറഞ്ഞതാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, മക്കയിലുണ്ടായിരുന്നു ഒരു ആരോഗ്യവാൻ, നല്ല ആരോഗ്യമുള്ളൊരു മല്ലനുണ്ടായിരുന്നു, അബുൽ അഷദ് എന്ന് പറയുന്നൊരു മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടുത്ത എതിരാളിയായിരുന്ന ആ മനുഷ്യൻ എപ്പോഴും വെല്ലുവിളിക്കും. ഉക്കാല് ചന്തയിൽ പോയി നീളമുള്ള വലിയ ഖനമുള്ള തോല്, ഊറക്കിട്ട തോല് വാങ്ങിക്കൊണ്ടുവരും, ഒട്ടകത്തിൻ്റെയും ആടിൻ്റെയും. ആ തോല് നിലത്ത് വിരിച്ചിട്ട് പറയും, ഞാൻ ഈ ചവിട്ടിയ പാദത്തിൽ നിന്ന് എൻ്റെ കാൽപാദം ആരെങ്കിലും ഒന്ന് മാറ്റിയാൽ അവന് ഞാൻ ഇത്ര ദിർഹം തരും, അവന് ഞാൻ ഇത്ര ഒട്ടകം തരും. മൻ അസാലനി അൻഹു ഫലഹു കദാ വകദാ. തോലങ്ങോട്ട് വിരിക്കും കൊണ്ടുവന്നിട്ട്, നല്ല ഊറക്കിട്ട നല്ല കട്ടിയും ഉറപ്പുള്ള തോല്. എന്നിട്ട് അതിൻ്റെ മേലെ രണ്ട് ഭാഗത്ത് പാദം വെച്ചിട്ട് ഈ മനുഷ്യൻ നിന്നിട്ട് പറയും, ആർക്കെങ്കിലും ഈ നിന്ന നൃത്തത്തിൽ നിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റാൻ കഴിയാണെങ്കിൽ അത്ര ആരോഗ്യമുള്ള ആൾക്കാർ വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തരും, അവർക്ക് കൊടുക്കും. 10 ആള് പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ട് താഴെ വിരിച്ചിരിക്കുന്ന ആ തോല് ഓരോ ഭാഗം ഇങ്ങനെ പറഞ്ഞ് കീറി വരാന്നല്ലാതെ അദ്ദേഹത്തിനൊരു കുലുക്കമില്ല. അപ്പൊ അയാളെ മനസ്സിൽ വന്ന ഒരു വിഷയമാണ്, എന്നെ അടക്കി ഭരിക്കാനും എൻ്റെ മേൽ അധികാരപ്പെടുത്താനും ഒരാളും ഇല്ല. അപ്പൊ അതിലേക്കൊരു സൂചന അള്ളാഹു ചോദിച്ചതാണ്, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, ഒരു മേലധികാരി ഉണ്ട് എന്ന് മറക്കരുത്, ഇവനെ പടച്ചവനുണ്ട് എന്ന് മറന്നു പോകരുത്. എൻ്റെ മേലെ ആരുമില്ലാന്ന് കുറച്ചൊരു ആരോഗ്യം കിട്ടുമ്പോഴേക്ക് മനുഷ്യൻ ചിന്തിക്കുക അങ്ങനെയാണ്. കുറച്ചൊരു സമ്പത്ത് വരുമ്പോഴേക്ക് പിന്നെ എൻ്റെ മേലെ പറക്കാൻ ആരുമില്ല, ആ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. മൊത്തത്തിൽ മനുഷ്യന്റെ ധാരണ അങ്ങനെയാണല്ലോ, സ്വയം പര്യാപ്തനായാൽ മനുഷ്യന് തോന്നും ഇനി ആരും വേണ്ട. അതുകൊണ്ടാ ഖുർആൻ അങ്ങനെ പറഞ്ഞത്, കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. എപ്പോഴാ മനുഷ്യൻ വഴിതെറ്റിപ്പോകുന്നതെന്ന് അറിയോ? ഇപ്പൊ സ്വന്തം നിലനിൽപ്പിനുള്ളതൊക്കെ ആയി, നീ പോലെ നോക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല, ഓലെ വിളിച്ചിലും കുഴപ്പമില്ല, ഓലെ പരിഗണിച്ചിലും കുഴപ്പമില്ല, ഓലെ അവിടെ ചോദിച്ചിട്ടിലും കുഴപ്പമില്ല, നമുക്ക് തന്നെ അത്യാവശ്യം ഉണ്ടല്ലോ, ജീവിക്കാനും മറ്റൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ എന്ന ഒരു നിലപാടിലേക്ക് മനുഷ്യൻ വരുന്നത് ഒരു വഴി തെറ്റുന്നതിൻ്റെ അടയാളം. അങ്ങനല്ല, എത്ര ഉണ്ടായാലും, എത്ര ആരോഗ്യം അള്ളാഹു തന്നാലും, എത്ര കഴിവ് തന്നാലും അന്നവൻ അള്ളാഹുവാണ്. എപ്പോഴും തിരിച്ചെടുക്കാം. സെക്കൻഡുകളെ കൊണ്ടല്ലേ കോടീശ്വരന്മാർ പോലും ദരിദ്രന്മാരായി മാറുന്ന നാട്ടിൽ. വലിയ വലിയ ആരോഗ്യവാന്മാർ എത്ര പെട്ടെന്ന് ആ സഹോദരങ്ങളെ രോഗികളായി മാറുന്നത്. അതുകൊണ്ട് മേലെ ഭരിക്കാൻ ആരുമില്ലെന്ന് കരുതരുത്.
ഖുറൈശികളിലും ഇതുപോലെ കുറെ ആളുകളുണ്ടായിരുന്നു, തന്നെ കീഴ്പ്പെടുത്താനോ ആരുമില്ലാന്ന്. അങ്ങനെ പറഞ്ഞിരുന്ന വേറൊരു മനുഷ്യനാണ് റുഖാന. റുഖാന വലിയൊരു മല്ലനായിരുന്നു. പ്രതിരോധിക്കാൻ പലർക്കും പേടിയാണ് റുഖാനയോട്. റുഖാനെ കേട്ടിട്ടുണ്ടോ? റുഖാന വല്ലാത്തൊരു മല്ലനായിരുന്നു. ആരും നേരിടാൻ ഭയപ്പെടുന്ന ഒരാളായിരുന്നു. കാരണം പഴയ കാലത്തെ മക്കയിലെ മാർക്കറ്റിലൊക്കെ റുഖാന ഒരു ഭാഗത്ത് തല്ലിനുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആരും പോകൂല. കാരണം അപ്പുറത്തുള്ള ആൾ പരാജയപ്പെടുന്ന ഉറപ്പാ. അത്രയും വലിയ ആരോഗ്യവാനാണ് ഈ റുഖാന. ബനൂ ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ് റുഖാന. റുഖാനയെ പറ്റി നല്ല തന്ത്രം പ്രയോഗിക്കാനും നല്ല ശക്തനുമാണ് ആള് മുശ്രിക്കായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എതിരാളിയാണ് റുഖാന. റുഖാന മാത്രം ഒട്ടകത്തെയും ആടിനെയും മേയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട് മക്കയിൽ. ഒരു ചെരുവുണ്ട്, അതിന് ഇളം എന്ന് പറയും, വാദി, ഒരു മലഞ്ചെരുവുണ്ട്. അവിടേക്ക് വേറെ ആരും ഒട്ടകങ്ങളെ കൊണ്ട് ആടുകളെ കൊണ്ട് പോകില്ല, പേടിച്ചിട്ട്. ആരെങ്കിലും അങ്ങോട്ട് അറിയാതെ പോകുകയാണെങ്കിൽ ആളുകൾ പറയും അങ്ങോട്ട് പോകണ്ടട്ടോ, ഒട്ടകങ്ങളേറ്റ് ഇങ്ങോട്ട് പോയിക്കോളി എന്ന് പറയും. അതെന്തേ? അവിടെ റുഖാനുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ 2 ഇടി ഇടിച്ചാ പിന്നെ നിങ്ങൾ കഴിഞ്ഞു. മർമ്മം നോക്കി 2 ഇടി തരും, പിന്നെ നിങ്ങൾ അവിടെ കിടക്കേണ്ടി വരും, നിങ്ങളെ കൊണ്ടുപോകാൻ ആള് വരേണ്ടി വരും. അത്രയും നല്ല ശക്തനാണ്. ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു മേൽവിലാസമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളായിരുന്നു. ഒരിക്കൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ആടിനെ മേയ്ക്കുന്ന മലഞ്ചെരുവിലേക്ക് തങ്ങൾ പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കാണ് പോയത്, തങ്ങളുടെ കൂടെ ആരും ഇല്ല. മലഞ്ചെരുവിൽ വിശ്രമിക്കുന്ന റുഖാനെ എഴുന്നേറ്റ് നോക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആരുമില്ലാതെ ഒറ്റക്കാണല്ലോ വന്നത്. റുഖാന പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്തല്ലദീ തശ്തുമു ആലിഹതനാ അല്ലാത്ത വൽ ഉസ്സ, ഞങ്ങളെ ഇലാഹുകളെ നിങ്ങൾ ചീത്ത പറയുന്നുണ്ടോ? വതദഉ ഇലാ ഇലാഹിക്കൽ അസീസിൽ ഹകീം, നിങ്ങളെ ഇലാഹിലേക്ക് ക്ഷണിക്കാൻ വന്നതാണോ? വലൗലാ റഹ്മുൻ ബൈനി വബൈനക, എനിക്കും നിങ്ങൾക്കും ഇടയിൽ കുടുംബബന്ധമില്ലെങ്കിൽ മാ കല്ലംതുകൽ കലാമ, ഈ സംസാരത്തിനൊന്നും ഞാൻ നിൽക്കൂലായിരുന്നു. ഹത്താ അഖ്തുലുക, നിങ്ങളെ കൊല്ലുന്നത് വരെ. ഒരു കുടുംബബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. ബനൂ ഹാഷിമിൽപ്പെട്ട ആൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് റുഖാന പറഞ്ഞു, എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ അസീസും ഹക്കീമുമായ പടച്ചോനെ വിളിച്ചോളൂ. നിങ്ങളോട് ഞാൻ ഇന്നൊരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങാണ്, തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തിനും തയ്യാറാണ്. എന്നെ മറിച്ചിടാൻ ഇതുവരെ മക്കയിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ഞാനുമായി ഗുസ്തി കൂടിയവരൊക്കെ തോറ്റിട്ടേ ഉള്ളൂ. ഇത്രയും കാല ചരിത്രത്തിൽ എന്നെയുമായി നേരിടാൻ വന്ന ആരും ജയിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് ഒരു മൽപ്പിടുത്തത്തിന് നിങ്ങൾ എന്നെ പിടിച്ച് താഴോട്ട് തള്ളിയിട്ടാൽ 10 ആടുകളെ ഞാൻ തരും. റുഖാന അതാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓക്കേ, നീ നിന്റെ ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിച്ചോ, ഞാൻ അള്ളാഹുവിനെ ഏകനായ റബ്ബിനെ വിളിച്ച് ഞാനും പ്രാർത്ഥിക്കാം. അതാ 2 പേരും പ്രാർത്ഥിക്കുന്നു. റുഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അടുത്തേക്ക് വരുന്നു. അള്ളാഹുവിന്റെ റസൂൽ റുഖാനെ പിടിച്ച് നേരെ താഴോട്ടിട്ടു. ഒരൊറ്റ പിടുത്തം പിടിച്ചൊന്ന് പൊക്കിയിട്ട് താഴോട്ടങ്ങിട്ടു. താഴോട്ടിട്ടിട്ട് റുഖാനയുടെ നെഞ്ചിന്റെ ഭാഗത്ത് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരുന്നപ്പോ റുഖാന പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എഴുന്നേൽക്കണം. ഫലസ്താന്തല്ലദീ ഫഅൽത ബി ഹാദാ, നിങ്ങൾ സ്വന്തം ചെയ്തതല്ല ഇത്. ഇന്നമാ ഫഅലഹു ഇലാഹുക്കൽ അസീസുൽ ഹകീം, ഇത് ചെയ്തത് നിങ്ങളെ ഇലാഹായ അസീസും ഹക്കീമുമായ റബ്ബാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ നെഞ്ചത്തിരിക്കൽ. ഇത്രയും കാലം ഒരു കുട്ടി പോലും എന്നെ തള്ളിയിട്ടിട്ടില്ല, നിങ്ങൾ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. എൻ്റെ ലാത്തയും മുസ്സയും എന്നെ തുണച്ചില്ലല്ലോ എന്നവൻ പറഞ്ഞു. ഇത്രയും കാലം എൻ്റെ ശരീരത്തിൽ ആരും കയറിയിരുന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. 2ാമതും റുഖാന വിളിച്ചു, ഇനിയും ഒരു മല്ലിനുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 അല്ല 3 അല്ല 10 അല്ല, എത്രയുമുണ്ട്. 2ാമത്തെ തവണയും അവനെ പിടിച്ച് താഴെയിട്ടു. ഒന്ന് ബോധ്യപ്പെടുത്തണ്ടേ അള്ളാഹുവിന്റെ കഴിവ്. അവന്റെ നാവ് കൊണ്ടവൻ 2ാമതും പറയുന്നത് അങ്ങനെ തന്നെയാണ്.
നിങ്ങളല്ല എന്നെ കൊണ്ട് ഇത് ചെയ്തത്. ഇന്നമാ ഫഅലഹു ഇലാഹുക്കൽ അസീസുൽ ഹകീം, നിങ്ങളെ ഇലാഹ് അസീസും ഹക്കീമുമായ ഇലാഹാണ് ചെയ്തത്. അതുകൊണ്ട് എഴുന്നേൽക്കണം. രണ്ടാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. മൂന്നാമതും റുക്കാന വെല്ലുവിളിച്ചു. ഓരോ വെല്ലുവിളിക്കും പറയുന്നുണ്ട് 10 ആട് സമ്മാനം, 10 ആട് സമ്മാനം പറയുന്നുണ്ട്. മൂന്നാമത്തെ തവണയും പിടിച്ച് താഴെയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു റുക്കാന പറഞ്ഞു, നബിയെ ഞാൻ തോറ്റു, നിങ്ങൾ ആ ആടുകളുമായിട്ട് പെട്ടെന്ന് പൊയ്ക്കോളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റുക്കാന ഞാൻ ആട് ഉദ്ദേശിച്ച് വന്നതല്ല, വലാകിന്നി അദ്ഉക ഇലൽ ഇസ്ലാം, എന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ലേ, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വന്നത്, നിന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാ വന്നത്. പക്ഷേ ആദ്യം നിനക്ക് നിന്റെ കഴിവ് കുറവാണ് എന്ന് ആദ്യം ബോധ്യപ്പെടുത്തി തരണ്ടേ. നിന്റെ കഴിവിനെക്കാളും മേലെ കഴിവുള്ളവരുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് നിന്നെ ബോധ്യപ്പെടുത്തി തരണ്ടേ. അതിനാണ് നീ എന്നെ വെല്ലുവിളിച്ചത്. ഇത്രയും കാലം നാട്ടുകാർക്കിടയിൽ നിനക്കൊരു പേരെന്താ? എന്നെ തകർത്ത് താഴെയിടാൻ ഈ നാട്ടിൽ ആരും ഇല്ല എന്നാണ്. അതുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടല്ലോ, അത് നീ സമ്മതിച്ചല്ലോ. എന്റെ ഇലാഹായ അസീസും ഹക്കീമുമായ റബ്ബ് നിന്നെ കൊണ്ടിങ്ങനെ താഴെയിടിച്ച് നിന്റെ മേലെ കയറിയിരിക്കാൻ അല്ലാഹു എനിക്ക് അവസരം തന്നില്ലേ? നിന്നെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. അതുകൊണ്ട് റുക്കാന, നിന്റെ ശരീരം നരകത്തിലേക്ക് പോകുന്നതിനു പകരം നിന്റെ ശരീരത്തെ നീ രക്ഷപ്പെടുത്തണം. ഇന്നകൈൻ തസ്ലിം തസ്ലം, നീ മുസ്ലിമാവുകയാണെങ്കിൽ നീ രക്ഷപ്പെടും. റുക്കാന പറഞ്ഞു, ഞാൻ മുസ്ലിമാകണോ? എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരണം, എന്തെങ്കിലും ഒരു അടയാളം. നിങ്ങളെ നുബുവത്തിന്, നിങ്ങൾ നബിയാണ് എന്നതിന് എന്റെ മനസ്സിൽ ഉറക്കുന്ന ഒരു അടയാളം കാണിച്ചു തരണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അലൈക ഷഹീദ്, അല്ലാഹു നിന്റെ മേല് സാക്ഷിയാണ്. ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്താൽ റബ്ബ് നിനക്ക് ദൃഷ്ടാന്തം കാണിച്ചു തരും, നിന്നെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. പക്ഷേ ദൃഷ്ടാന്തം കണ്ടിട്ട് നീ തിരിച്ചു പോകരുത്. ഞാൻ കാണിച്ചു തരുന്ന ദൃഷ്ടാന്തം കണ്ടിട്ട് നീ ഞാൻ ക്ഷണിച്ചുന്ന മാർഗത്തിലേക്ക് വരണം. റുക്കാന പറഞ്ഞു, അതെ ഞാൻ വന്നേക്കും, എനിക്ക് അടയാളം കാണണം, ദൃഷ്ടാന്തം കാണണം. അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടു സമീപത്ത് അങ്ങനെ നോക്കിയാൽ എത്തുന്ന ദൂരത്ത് ഒരു മുൾവൃക്ഷമുണ്ട്, ഒരുപാട് ശിഖരങ്ങളുള്ള മുൾവൃക്ഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വൃക്ഷത്തിലേക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു. ആ വൃക്ഷത്തിനോട് തങ്ങൾ പറഞ്ഞു, ഇഖ്ബലി ബിഇദ്നില്ലാഹി തആല, ഓ വൃക്ഷമേ ഒന്ന് മുന്നിട്ട് വാ, ഒന്ന് മുന്നിട്ട് വാ, ആ നിൽക്കുന്നിടത്തുനിന്ന് ഒന്ന് മുന്നിട്ട് വാ. ഫൻശഖത്ത് ബിസ്നൈൻ, അത് 2 പകുതിയായി ഇങ്ങനെ പിളർന്നു. ഒന്ന് മേലോട്ട് പൊങ്ങിയിട്ട് 2 ഭാഗങ്ങളായി പിളർന്നു. എന്നിട്ട് ഒരു ഭാഗം അതിന്റെ പാതി ചില്ലകളും പാതി മരവും പാതി ശിഖരങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നിട്ട് വന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും റുക്കാനയുടെയും മുന്നിൽ വന്നു നിന്നു. ജാഅത്ത് ലിദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ 1 അല്ല 10 അല്ല, ഒരുപാട് ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണിത്. റുക്കാനയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മതിയോ നിനക്ക് ഈ ദൃഷ്ടാന്തം മതിയോ? നീ വിളിച്ചാൽ ഒരു മരവും ഇങ്ങനെ വരില്ല, നീ ചൂണ്ടിയാൽ ഒരൊറ്റ മരവും ഒരു കല്ലും ഇങ്ങനെ വരില്ല. നീ വിളിച്ചാൽ ഇങ്ങനെ ദൃഷ്ടാന്തം കാണിച്ചരാ നിനക്ക് കഴിയില്ല. നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് ഞാൻ അള്ളാഹുവിനോട് നിനക്ക് വേണ്ടി ഒരു ദൃഷ്ടാന്തം ചോദിച്ചപ്പോ മരത്തിലേക്ക് ഞാൻ ചൂണ്ടിയപ്പോഴേക്ക് മരം ഇങ്ങനെ വന്നില്ലേ? അതും പകുതി ഭാഗം അവിടെ വെച്ച് പകുതിയല്ലേ ഇങ്ങോട്ട് വന്നത്. നിനക്കിത് ദൃഷ്ടാന്തമായി മതിയോ? റുക്കാന പറഞ്ഞു, അറൈതനി അളീമാ, വലിയൊരു ദൃഷ്ടാന്തമാണ് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നത്. ഈ മരത്തോട് ഈ ശിഖരത്തോട് അങ്ങോട്ട് പോയിട്ട് അതിന്റെ പാകുതിയോടൊന്ന് കൂടിയിട്ട് ഒരൊറ്റ മരമായി നിൽക്കാൻ പറയൂ. അങ്ങോട്ട് തന്നെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അത് പോകും, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ അതും കാണിച്ചു തരാം, പക്ഷേ മടക്കി തന്നാൽ നീ ഉൾക്കൊള്ളണം, വിശ്വസിക്കണം, നീ നിനക്ക് കഴിയോ? അപ്പോഴും അവൻ പറഞ്ഞു, അതെ വിശ്വസിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിങ്ങനെ ഇശാറത്താക്കി.
ആ മരക്കൊമ്പ്, ആ മരത്തിന്റെ പകുതി തിരിച്ചങ്ങോട്ട് മടങ്ങിയിട്ട് ബാക്കിയുള്ള പകുതിയുമായി ഒട്ടിച്ചേർന്ന് നിന്ന് ഒരൊറ്റ മരമായി നിന്നു. അപ്പോഴും റുക്കാന പറഞ്ഞു, വല്ലാത്തൊരു സംഭവമാണ് ഞാൻ കണ്ടത്. പക്ഷേ എൻ്റെ മനസ്സിലൊരു പേടി. ഞാനിപ്പോ വിശ്വസിച്ചാൽ നിങ്ങളെ പേടിച്ചിട്ട് നിങ്ങളെ പിന്നാലെ വന്നതാണ് നാട്ടുകാരൊക്കെ പറയുമോ എന്നൊരു പേടി. കാരണം ഞാൻ വമ്പനായിട്ടല്ലേ നടന്നത്, വീരവാദം മുഴക്കി ആരെയും വെല്ലുവിളിച്ചിട്ടല്ലേ ഞാൻ നടന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ പിറകിൽ വന്നാൽ വിശ്വസിക്കാൻ ആദ്യം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ നുടിന്യായം പറയുന്നത്. അല്ല, കാര്യം തിരിയാഞ്ഞിട്ടല്ല സഹോദരങ്ങളെ, സത്യമായിട്ടും വിഷയം തിരിയാഞ്ഞിട്ടല്ല. അള്ളാഹുവിന്റെ റസൂലാണെന്നും അള്ളാഹു കൊടുത്ത വലിയ ദൃഷ്ടാന്തമാണെന്നും പച്ചയായിട്ട് തിരിഞ്ഞു, ബോധ്യപ്പെട്ടു. പക്ഷേ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പൊ പുറത്തേക്ക് വരികയാണ്, ഈ നാട്ടിലെ പെണ്ണുങ്ങളും ചെറുപ്പക്കാരൊക്കെ പറഞ്ഞാലോ പേടിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കൂടെ കൂടിയത് എന്നവർ പറയുന്നത് എനിക്കൊരു പേടി. അതുകൊണ്ട് എൻ്റെ കൽബിൽ, എൻ്റെ മനസ്സിൽ ഇതുവരെ ഇങ്ങനെ ഒരു പേടി വന്നിട്ടില്ല. നിങ്ങൾ ആടുകളെയും തൊഴിച്ച് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിന്റെ ആടൊന്നും എനിക്ക് വേണ്ട, ഞാൻ ആടുദ്ദേശിച്ച് വന്നതേ അല്ല. അത് നീയൊരു മല്ല് പറഞ്ഞപ്പോൾ ഞാനൊന്ന് കൂടിയെന്നുള്ളൂ. അള്ളാഹുവിൻ്റെ കഴിവൊന്ന് കാണിച്ചു തരാൻ. ആർക്കും എന്നെ ഒതുക്കാൻ കഴിയൂല എന്നല്ലേ, അതാണ് ഇവിടെ അള്ളാഹു തആല പറഞ്ഞത്. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദുൻ അല്ലേ. ആയത്ത് കൂട്ടി വായിക്കുമ്പോൾ ഒരാളും, എൻ്റെ മേൽ കഴിവുള്ള, എന്നെ ഒതുക്കാൻ പറ്റുന്ന ഒരാളും ഇല്ല എന്ന് മനുഷ്യൻ ധരിക്കുന്നുണ്ടോ? അതൊരു ധിക്കാരത്തിന്റെ ധാരണയാണ്. അങ്ങനെ ധരിക്കരുത്. എൻ്റെ മേലെ പറക്കാൻ ഇനിയൊരു പരന്തുമില്ല എന്നൊരു മനുഷ്യനും കരുതരുത്. പിടിച്ച് താഴോട്ടിടും അല്ലാഹു തആല. അങ്ങനെ ഒരുപാട് പോക്കിരികളെ താഴോട്ടിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ പലർക്കും ബോധ്യം വന്നിട്ടുണ്ട്, ഞാൻ കുടുങ്ങിയെന്ന്. ഫിരൗന് ബോധ്യം വന്നില്ലേ, ഖാറൂന് ബോധ്യം വന്നില്ല. ആർക്കാ ബോധ്യം വരാത്തത്? പക്ഷെ ടൈം കഴിഞ്ഞുപോയി, സമയം കഴിഞ്ഞുപോയി. ദൃഷ്ടാന്തങ്ങൾ, ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്, നല്ല സംഭാവന കൊടുക്കണം. പരിപാടിയിലേക്ക് ചെലവ് ധാരാളം ഉണ്ടല്ലോ, നമുക്കറിയാലോ. മുമ്പൊക്കെ നമ്മൾ പരിപാടി നടത്തിയെന്നല്ലേ, അതുകൊണ്ട് മുമ്പുള്ളതിനേക്കാളും ചെലവ് കൂടും. ഓരോ ടൈമിലും അങ്ങനെയാണ്. സംഭാവനകളൊക്കെ കൊടുക്കണം. ശബ്ദം കേൾക്കുന്ന വിദേശത്തും മറ്റൊക്കെ ഉള്ള ആളുകൾ ഇവിടെ നമ്മുടെ വാണിമേലിൽ ഈ ഭാഗത്ത്, ഇവിടെയും വാണിമേലിൽ നിന്ന് മാത്രമേ പറയാം, ഇങ്ങോട്ടെന്തോ പറയും, പ്രത്യേക പേരൊന്നുമില്ലേ, വയൽപീടിക, ഇവിടെയുള്ള തൻവീർ സുബിയാൻ സെക്കൻഡറി മദ്രസ, ബാക്കിയുള്ള സംഖ്യകളും മറ്റുമൊക്കെ അതിൻ്റെ നടത്തിപ്പിലേക്കും മറ്റൊക്കെ ഉപയോഗിക്കും. കഴിയുന്ന ആളുകളൊക്കെ പ്രവാസികളും മറ്റും നല്ല സംഭാവനകൾ അയച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രവർത്തകരോട് സഹകരിക്കണം, സഹായിക്കണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലായൊക്കെ സ്വതക്ക നൽകിയ ആളുകളുണ്ട്, ഒക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നിന്റെ ആടൊന്നും എനിക്ക് വേണ്ട, ഞാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. തങ്ങൾ ആ ചെരുവിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും പേടിച്ചു. പടച്ചോനെ, റുക്കാന താമസിക്കുന്ന മലഞ്ചെരുവിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്ക് പോയോ? അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി, നാനാ ഭാഗത്തും പോകാണ്. കാണുന്നവരോടൊക്കെ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടോ കണ്ടോ കണ്ടോ? അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞത് അതിലൂടെ പോയത്. അവരോടിപ്പോയി ഓരോ കുന്നും കയറി നോക്കുമ്പോ, ഓരോ സ്ഥലത്തും എത്തി നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് കണ്ടു. രണ്ടുപേരും വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഒറ്റക്ക് എങ്ങനെയാ തങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇത് റുക്കാനയുടെ ഭാഗമായത് കൊണ്ട് ജനങ്ങളൊന്നും വരാറില്ല. ജനങ്ങളെ കൂട്ടത്തിൽ വലിയ മല്ലനാണവൻ, തന്ത്രം പ്രയോഗിക്കാൻ വലിയ കഴിവുള്ള ആളാണ്, തങ്ങളേറ്റവും അധികം കളവാക്കുന്ന ആളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, അലൈസല്ലാഹു യഖൂൽ, അല്ലാഹു പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വല്ലാഹു യഅസിമുക മിനന്നാസ്, എന്നെ കീഴ്പ്പെടുത്താനും എന്നെ തകർക്കാനും ഒരാൾക്കും കഴിയില്ല. അള്ളാഹു എനിക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. ജനങ്ങളിൽ നിന്ന് പ്രത്യേക കാവൽ അള്ളാഹു തങ്ങൾക്ക് തരുമെന്ന് അള്ളാഹു പറഞ്ഞതല്ലേ. റുക്കാന എൻ്റെ അടുത്തേക്കൊന്ന് പിടിക്കാനോ ഓടിക്കാനോ അവന് കഴിഞ്ഞിട്ടില്ല. റുക്കാനയുമായിട്ട് സംഭവിച്ച സംഭവങ്ങൾ പറഞ്ഞപ്പോ അത്ഭുതത്തോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, തങ്ങൾ റുക്കാനയെ തള്ളിയിട്ടോന്ന് ചോദിച്ചു. കാരണം അതൊരു പുതിയ സംഭവമാണ്. തങ്ങൾ റുക്കാനയെ തള്ളിയിട്ടോ നബിയെ? തള്ളിയിട്ടു, തായോട്ട് തള്ളിയിട്ടു. മാ നഅലമു അന്നഹു വലഅ ജംബഹു ഇൻസാനുൻ ഖത്തു, ഒരിക്കലും ഒരു മനുഷ്യനും ഇതുവരെ റുക്കാനയെ തള്ളിയിട്ടൊരു സംഭവം ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അവൻ വലിയ മല്ല് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ
ഞാൻ അള്ളാഹുവിനോട് സഹായം ചോദിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല 10 ആളെ ശക്തി തന്നു. ഓൻക്കത്ര മതി. 100 ആളെ വേണത്ത് 100 ആളെ തരും, 1000 ആളത്തെ 1000 തരും. 10 ആളെ ഖുവ്വത്ത് തന്ന് അള്ളാഹു എന്നെ സഹായിച്ചു. അവനൊരാളല്ലേ ഉള്ളൂ. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് 10 ആളെ ശക്തി തന്നു. 10 ആളെ ശക്തി തന്നിട്ട് അള്ളാഹു എന്നെ സഹായിച്ചു. പിടിച്ചവനെ തള്ളിയിട്ടു. അതുകൊണ്ട് ഒരു മല്ലനും വിചാരിക്കരുത് അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അത് തന്നെ ഈ വിചാരിക്കുന്ന ആള് പറയും യഖൂലു അഹ്ലക്തു മാലൽ ലുബദാ. അവൻ പറയുന്നു എത്രയാണ് ഞാൻ സമ്പത്ത് ചെലവഴിച്ചത്. യഖൂലു ഈ മനുഷ്യൻ പറയും അഹ്ലക്തു മാലൽ ലുബദാ. ഒരുപാട് സമ്പത്ത് ഞാൻ ചെലവഴിച്ചു പോയി. എന്തിന്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി. ഇല്ല സഹോദരങ്ങളെ, അത് കളവാണ്. ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി അവൻ പറയുന്നൊരു വാക്കാണ് അഹ്ലക്തു മാലൽ ലുബദാ. ഇഷ്ടം പോലെ സമ്പത്ത് ഞാൻ ചെലവഴിച്ചു പോയി. ഒരുപാട് സമ്പത്ത് ഞാൻ ചെലവഴിച്ചു. അള്ളാഹുവിന്റെ റസൂലിനെ എതിർക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു. ഈ പറയുന്ന നുണയാണ്. അവൻ പറയുന്ന വാക്കാണ് അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. ഒരു സമ്പത്തും നബിതങ്ങൾ എതിർക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടില്ല. പക്ഷേ ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ്. നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചു എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീ ശ്രദ്ധിക്കണം മനുഷ്യ. അല്ലാഹു തആല നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റി നീ സൂക്ഷിക്കണം. എവിടുന്നാണ് ഒരുമിച്ച് കൂട്ടിയത്, എവിടുന്നാണത് ഒരുമിച്ച് കൂട്ടിയതും എവിടുന്നാണ് നീ ചെലവഴിച്ചതും രണ്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നിന്നോട് ചോദിക്കാനിരിക്കുന്ന ചോദ്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ധാരാളം ചെലവഴിച്ചു എന്ന് വാദിക്കുന്ന ആളെ അള്ളാഹു അവന്റെ മുന്നിൽ നിർത്തിയിട്ട് നീ ഒരുപാട് ചെലവഴിച്ചോ? ഒരുപാട് ഞാൻ കൊടുത്തു, സക്കാത്തും സ്വതക്കയൊക്കെ കൊടുത്തു. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, നീ കൊടുത്തത് മുഴുവനും സൽപ്പേരിന് വേണ്ടിയാണ്. അത് ദുനിയാവിൽ നിന്നെ കുറിച്ച് പറയപ്പെട്ടു പോയി. അങ്ങനെ ഒരു പേര് കിട്ടാൻ വേണ്ടി ധാരാളം നീ കൊടുത്തിട്ടുണ്ട്. അത്രയല്ലേ നീ കൊടുത്തിട്ടുള്ളൂ. സതുദ്ദേശപരമായി നീ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ധാരാളം കൊടുത്തു എന്ന് ആരും പറയണ്ട. കാരണം നമ്മൾ എത്ര കൊടുത്താലും എന്താകൂല? ധാരാളാകൂല. നമ്മൾ എത്ര കൊടുത്താലും, സമ്പത്ത് മുഴുവൻ കൊടുത്താലും ധാരാളാകോ? ഇല്ല. നമ്മളെക്കാൾ അധികം കൊടുത്തവരുണ്ട്. അവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അവരൊരു ദിർഹമിനോട് ഒക്കുള്ളൂ നമ്മൾ കൊടുത്തത്. ഒക്കം കൂട്ടി നോക്കിയാൽ ഒക്കാണെങ്കിൽ തന്നെ സഹോദരങ്ങളെ അത്രേ ഒക്കുള്ളൂ. അതുകൊണ്ട് ധാരാളം ഞാൻ ചെലവഴിച്ചു എന്ന് ആരും പറയണ്ട. ധാരാളം കൊടുത്തു എന്നുള്ള പ്രസക്തി ആരും പറയണ്ട. കൊടുത്തതൊക്കെ സ്വീകരിച്ച് കിട്ടാൻ വേണ്ടി ദ്വാരുന്നാ മതി. അള്ളാഹു കൊടുത്തതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. എവിടുന്നാണ് സമ്പാദിച്ചതെന്നും എവിടുന്നാണ് നീ ഒരുമിച്ച് കൂട്ടിയതെന്നൊരു ചോദ്യമുണ്ട്. അതോടുകൂടെ നീ കൊടുത്തതിന്റെ മേൽവിലാസമൊക്കെ തീരുന്നാണ് ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ 2 ചോദ്യം ചോദിക്കുമ്പോഴേക്ക് പിന്നെ ധാരാളം ഇല്ലാതായി പോകും. എവിടുന്നാണ് നീ ഒരുമിച്ച് കൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ വിവിധ മാർഗങ്ങൾ, അനാവശ്യ മാർഗങ്ങളിലൂടെ ഒന്നും പണം സംഭരിക്കരുത്. ഇപ്പൊ ഏറ്റവും അധികം അങ്ങനെയാ തുടങ്ങുന്നത്. ഞാനത് വിശദമായി പറയല്ല, ഖത്താദ റളിയല്ലാഹുവിന്റെ തഫ്സീർ വന്നുകൊണ്ട് പറയാണ്. അനാവശ്യ മാർഗങ്ങളിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്നത് വളരെ കൂടുതലാണ്. അതിൽ മുൻപന്തിയിലാണ് ചില മുസ്ലിം സഹോദരങ്ങൾ. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിലൊരു ബർക്കത്തുണ്ടാകൂല. ഒരു സംശയവും ഇല്ലാത്ത വിധത്തിലുള്ള പലിശ, അതൊക്കെ പലർക്കും ഹലാലാണ്. എന്തിനും ഒരു വലിയ 40,000-50,000 ഒരു മൊബൈൽ വാങ്ങണം, അതിനും പലിശ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ആൾക്കാരെ കഥ. എല്ലാറ്റിനും ഒരു വീട് വെക്കണം, അതിനും പലിശ. പലിശയോട് പലിശ. സഹോദരങ്ങളെ, വീട് വെക്കാനൊന്നും അങ്ങനെ വാങ്ങിയിട്ട് കുടുങ്ങാൻ നിൽക്കരുത്. പാകം പോലെ. എന്തിനാ അത്ര അധികം വാങ്ങണറ്? അത്രയും വലുതൊന്നും ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിയെങ്കിലേ നടക്കുള്ളൂ എന്ന് കരുതിയിട്ടാണ്. ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടാക്കിയാൽ മതി. അല്ലാഹു തആല തരുന്ന സമ്പത്തല്ലേ. ഘട്ടം ഘട്ടമായിട്ട് സമ്പാദിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുക. പാകത്തിനനുസരിച്ച് അങ്ങനെ. നിങ്ങളെ ഓരോരുത്തരും പാകത്തിനനുസരിച്ച് ഉണ്ടാക്കിയുള്ളൂ. എല്ലാവരും കുടുംബം ഒരുപോലെ അല്ലല്ലോ. ചിലർക്ക് കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർ വരാനുണ്ടാവും, ചിലർക്ക് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതിന്റെ പാകത്തിനനുസരിച്ച് ഉണ്ടാക്കുക. അത് ഓരോരുത്തരും ലെവലനുസരിച്ചാണ്. പക്ഷെ ഒറ്റയടിക്ക് തന്നെ 1 കൊല്ലം കൊണ്ട് തന്നെ തീരണം, വേഗം തന്നെ ഉണ്ടാക്കണം, പെട്ടെന്ന് തന്നെ ആകണം. പിറ്റത്തെ കൊല്ലം ആൾക്കാരിങ്ങനെ, ഓൻ കടക്കാരനാണല്ലോ. എന്ത് കടം? ആർക്ക് കടം? പൊരണ്ടാക്കിയിൽ കുറച്ച് കടമുണ്ട്. എവിടെ കടം? ബാങ്കിൽ കുറച്ച് കടം. എത്ര കടം? കുറച്ചുള്ളൂ, 50 ലക്ഷം. അത്ര
ഇതൊന്ന് അടച്ചു തീർക്കാൻ വേണ്ടി പെടുന്ന പാടും അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ആ മാസം മാസം കൊടുക്കേണ്ട തുകകളൊക്കെ കൂട്ടി നോക്കുമ്പോൾ സാക്ഷാൽ പലിശ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വാഹനം വാങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല, ശേഖരിച്ച് വെച്ച് പലിശക്ക് വാങ്ങണ്ട, ഘട്ടം ഘട്ടമായിട്ട് അധ്വാനിച്ച് റെഡിയാക്കിയിട്ട് നിങ്ങളങ്ങനെ വാങ്ങിക്കോളൂ. ഇതിനൊന്നും തകരാറില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഡെപ്പോസിറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ പലിശ പോകുന്നത്. ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഏതെല്ലാം തട്ടിലാണ് പലിശൻ്റെ ഭാഗങ്ങൾ വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഒക്കെ അറിയണമല്ലോ. അത് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. പോയപ്പോൾ അവർ പറഞ്ഞു, ഉസ്താദേ, അദ്ദേഹം അവരെ മുസ്ലിമാണ്, ഉസ്താദേ നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഒരുപാട് ഡെപ്പോസിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. റജബും ഷാബാനും റമസാനൊക്കെ വരുമ്പോൾ, അതങ്ങനെ റമസാനൊക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ ആ ബാക്കി വരുന്ന പലിശ പൈസ അവർ വാങ്ങിക്കൊണ്ടുപോകും സക്കാത്ത് കൊടുക്കാൻ. എങ്ങനെയുണ്ട് സക്കാത്ത് റിലീഫ് കൊടുക്കാൻ? ഓരോ മാസവും ബാക്കിയായിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്നതാ വാങ്ങിക്കൊണ്ടിരുന്നത്. മറ്റേതോടൊന്നോട്ടെ, അത് നമ്മളെ മുതൽ മുടക്കല്ലേ. എന്താണ് ഈ കൊടുക്കുന്നത്? ധാരാളം കൊടുത്തു എന്നിങ്ങനെ തോന്നും. ഈ കൊടുത്തതിനെ പറ്റിയാണ് ആൾക്കാർ പറഞ്ഞത് യഖൂലു അഹ്ലക്തു മാലൻ ലുബദാൻ. പക്ഷെ അതിന്റെ കഴമ്പ് നോക്കുമ്പോൾ ഒന്നുപോലും സ്വീകരിക്കുന്ന തലത്തിലില്ലെങ്കിൽ ഏത് കൊടുത്തു എന്നായി പറയുന്നത്? ഏത് ആർക്ക് കൊടുത്തു എന്നായി പറയുന്നത്? വലാ തുഖ്ബലു സ്വദഖത്തും മിൻ ഗുലൂൽ. അവിഹിത മാർഗത്തിലൂടെ സമ്പാദ്യത്തിലുള്ള ഒരൊറ്റ സ്വതക്കയും സ്വീകരിക്കപ്പെടൂല. അവിഹിത മാർഗത്തിൽ ഒരു നയാ പൈസ നമ്മൾ സമ്പാദിക്കരുത്. ഏതെങ്കിലും കൂടിക്കലർന്നിട്ട് നമ്മളെ കയ്യിലേക്ക് വരുന്നതിനെ പറ്റില്ല ഞാൻ പറയുന്നത്. സ്പഷ്ടമായിട്ടും ഹറാമായ രൂപത്തിലുള്ളത് ഇഷ്ടം പോലെയുണ്ട്. അതിൻ്റെ മാർഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസവും. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. അതിൻ്റെ ഒരു വക ഇന്നലെ ഞാൻ പറഞ്ഞു, ഷെയർ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ളത്. ഞാൻ ഇന്ന് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോരുത്തരും മരിക്കുന്നുണ്ടില്ല, നിങ്ങൾ എല്ലാവരും ഉണ്ട്, ഉസ്താദുമാരടക്കമുണ്ട്. ഞാൻ അവരെ മാത്രം ബഹുമാനിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല. ഇപ്പം അടുത്തൊരു ഉസ്താദ് മരണപ്പെട്ടു പോയപ്പോൾ കോടിക്കണക്കിനാണ് കടമുള്ളത്. വീടും ആധാരവും മക്കളും കുടുംബവും മൊത്തം വൃക്കയും കിഡ്നിയും ഒക്കെ വിറ്റാലും തീരൂല. അത്രയും കോടിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ആരാ അതൊക്കെ വീട്ടുക? ഇത് എവിടുന്ന ആഖിറത്തിലെത്തുമ്പോൾ എടുത്തു കൊടുക്കുക സഹോദരങ്ങളെ. ഒരാൾക്കും ഒരു ഹക്കും ബാക്കിയാകാത്ത രൂപത്തിൽ അള്ളാഹു മൗത്ത് നൽകട്ടെ. ഒരു ഹക്കും ബാക്കിയാകരുത്. മരിച്ചു പോകുമ്പോൾ നമ്മളിലോ നമ്മളെ മക്കളിലോ നമ്മളെ പെരടിയിലോ ആയിട്ട് ഒരു ഹക്കും അള്ളാഹു ബാക്കിയാക്കാതിരിക്കട്ടെ. കുടുങ്ങിയിട്ട് ജീവിതത്തിൻ്റെ നല്ല നല്ല ആവശ്യങ്ങൾക്ക് കടം വന്ന് കുടുങ്ങി ബുദ്ധിമുട്ടായ ആൾക്കാരുണ്ട്. അറിയാതെ വിട്ടുപോയിട്ട് കുടുങ്ങിയവരുണ്ട്. നമ്മളവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അവരൊക്കെ അള്ളാഹു മോചിപ്പിക്കട്ടെ. നല്ല മാർഗങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ. മുമ്പ് തെക്ക് ഭാഗത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു സ്വലാത്ത് വാർഷികം എന്താണെന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അപ്പം ഇങ്ങനെ ഒരു കടലാസ് ഇങ്ങനെ വന്നു. ഒരു കടലാസ് ദ്വാരക്കാൻ വേണ്ടി അങ്ങനെ ദ്വാരക്കാൻ ഒരുങ്ങുമ്പോഴാണ് കടലാസ് വന്നു. ആ കടലാസ് വായിച്ചിട്ട് ഒരുപാട് നേരം ചിന്തിച്ചു. പടച്ചോനെ, ഈ കടലാസിലുള്ളത് പറയണോ പറയണ്ടേ? പറഞ്ഞാലും ബുദ്ധിമുട്ട്, പറഞ്ഞിട്ടില്ലെങ്കിൽ എഴുതി തന്ന ആൾക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അവസാനം ഈ കടലാസിൽ എഴുതി തന്ന ആള് സ്വകാര്യമായിട്ട് എന്നൊന്ന് കാണണം, ഞാനിതിവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞു. എന്താ കടലാസിലുള്ളതെന്ന് അറിയാം? ലക്ഷക്കണക്കിന് പലിശക്കട ഉണ്ട്. അത് വീടാൻ വേണ്ടി ഒരു 300 രൂപ സംഭാവന ഉണ്ട്, ഉസ്താദ് വരക്കണം. നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. പല ദ്വാരും പലതും ആവശ്യങ്ങൾക്ക് ദ്വാ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ദ്വാ കേൾക്കുന്നത്. ഒരാവശ്യം പറഞ്ഞിട്ട് രോഗം മാറാന് പലതിനും ദ്വാരക്കല്ലേ. മുറാദ് ഹാസിലാകാൻ, കച്ചവടത്തിൽ വർക്കത്തുണ്ടാകാൻ, ഹജ്ജിന് പോകാൻ, ഉംറക്ക് പോകാൻ, മക്കൾ പഠിക്കാൻ, നല്ല പാസ്സാകണം, നല്ല ഡിഗ്രിയിലെത്തണം, ഒക്കെ ദ്വാരക്കല്ലേ. ഇതെല്ലാം മുറാദുകൾ പറയലുണ്ട്. പക്ഷെ ഇങ്ങനൊരു മുറാദ് ആദ്യമായിട്ട് കേൾക്കണം. അത് വായിച്ചപ്പോൾ തന്നെ ഞാൻ നെട്ടിപ്പോയി, എന്ത് ചെയ്യണത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾ? അത്രയും കൂടുതൽ ആളുകൾ അതിൽ അഡിക്റ്റായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുമ്പൊക്കെ മാപ്പിളാരെ കാണുമ്പോൾ ഒരു മുസ്ലിമാണ് എന്ന അർത്ഥത്തിൽ കാണുന്ന ആൾക്കാർ ആരിലേക്കും ലോട്ടറിക്കാരൻ ലോട്ടറി നീട്ടിനോ? ഇന്ന് സാർവത്രികമായി നീട്ടുകയാണ്. ചൂഷണത്തിന്റെ ഏറ്റവും വലിയൊരു സാധനമാണത്. ഒരു രൂപ പോലും തൊട്ടുപോകരുത് സഹോദരങ്ങളെ. ഒറ്റ പൈസ പോലും ചെലവാക്കരുത്. മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാലത്തുണ്ടായിരുന്നു. പക്ഷെ രൂപം മാറിയിട്ടുണ്ടായിരുന്നത് ഇതന്നെ സെയിം. ഒരു രൂപം മാറിയിട്ടായിരുന്നു അന്നത്തെ ലോട്ടറി സംവിധാനം. എങ്ങനെയാണ് അന്നുണ്ടായിരുന്നത്?
എല്ലാവരിൽ നിന്നും ഓരോ 10 ദിർഹം സ്വീകരിക്കും. അങ്ങനെ തന്നെയല്ലേ 10 രൂപ എല്ലാവരും നിന്നും വാങ്ങുന്നത്? 10 രൂപ സ്വീകരിക്കും, 10 രൂപ ദിർഹം. എന്നിട്ട് ഒരൊട്ടകത്തെ വാങ്ങും. ഈ ഒട്ടകത്തുമേല സംഗതി ഇട്ടോ. എന്നിട്ട് നറുക്ക് വെക്കും. 1, 2, 3, 4, 5 എല്ലാവരും തന്നാ എത്ര? 10 ദിർഹം. എന്നാ പിന്നെ എല്ലാവർക്കും സെയിം ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ റെഡിയാണ് അല്ലേ? ഒരുപോലല്ലേ കൊടുക്കണ്ടേ? എന്നിട്ട് 1ാമത്തെ നമ്പർ കിട്ടുന്ന ആൾക്ക് ഒട്ടകത്തിന്റെ ഇറച്ചിയിൽ നിന്ന് 100-150 കിലോ അയാൾ കൊണ്ടുപോയി. റെഡിയാവോ? അതന്നല്ലേ ഈ സംഗതി അല്ലേ? രൂപത്തിൽ മാറ്റേണ്ടതല്ലോ. അന്നത്തെ ഒട്ടകാണ്, ഇന്നത്തെ കാറാണ് അല്ലേ? കോടിയാണ്. ഇത്രയല്ലേ മാറ്റുള്ളൂ. എല്ലാവരോടും വാങ്ങണേ 10, 10, 10, 50, 50, 100, 100, 500, 500 അങ്ങനല്ലേ വാങ്ങണേ? അതുകൊണ്ട് ചതിയിൽ കുടുങ്ങരുത്. ചൂഷണാണത്, കുടുങ്ങാൻ പാടില്ല. ഖുർആൻ അതൊക്കെ പഠിപ്പിച്ച് ചൂഷണത്തിന്റെ വഴിയാണ്. അതിൽപ്പെട്ട വലിയൊരു ചൂഷണാണ് പന്തയം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. പന്തയം വെക്കാൻ പാടില്ല. ഖിമാർ എന്നാണ് അറബിയിൽ അതിന് പറയാം. പന്തയം ഹറാമാണ്. എത്ര പൈസ നേടുന്നത്? അതിനേതായാലും ഇലക്ഷൻ പറഞ്ഞ അപ്പോഴേ തരുള്ളൂ എത്ര വാങ്ങണമെന്ന്. എത്ര ആൾക്കാർ പറഞ്ഞു വാങ്ങലും തരുന്നത്? നിങ്ങൾ കഴിഞ്ഞതിന് എത്ര വാങ്ങി? അത് ഞാൻ പറഞ്ഞ വാക്ക് ശരിയായിട്ടല്ലേ ഞാനത് വാങ്ങണത്. ഉമ്മൻ കറാമത്തുള്ള വലിയായിപ്പോയി. നറുക്ക് വീണിട്ട് സഹോദരങ്ങളെ, ഏറ്റവും അവസാനത്തെ നറുക്കിൽ ഈ ഒട്ടകം വാങ്ങാൻ വേണ്ടി 10 രൂപ പിരിച്ചവരിൽ അവസാനത്തെ നറുക്ക് 50 കൂട്ടിക്കോളൂ. അയാൾക്ക് എന്താ ഉള്ളത് അറിയാം? പുരയെ കൊണ്ടുപോകാൻ ആ വെട്ടിക്കൂട്ടി എല്ലാം ഉള്ളത്. അയാളും കൊടുത്തത് 150 കിലോ ഇറച്ചി കൊണ്ടുപോയ ആള് കൊടുത്ത അതേ സുഖന്നല്ലേ ഇയാളും കൊടുത്തത് അല്ലേ? രണ്ടാളും കൊടുത്ത 10 തന്നെയല്ലേ? രണ്ടാം കിട്ടേണ്ട സെയിം തന്നെയല്ലേ? ഇയാളും കൊടുത്ത 10, അടുത്ത ആളും കൊടുത്ത ഒക്കെ 10 അല്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കാറ് കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? 1 കോടി അല്ല 1 ലക്ഷം എത്രയാണോ അത്ര കിട്ടും? എല്ലാവരും കിട്ടുന്നുണ്ടോ? ഇല്ല. ചൂഷണോപാധികമായി ഇഷ്ടം പോലെ പദ്ധതികൾ വരുന്നു. ഒന്നിലും കുടുങ്ങരുത്. ചെറുപ്പക്കാരോടൊക്കെ പറയട്ടെ, അതിനേക്കാളും വലിയ ലോട്ടറിയാണ് ഓൺലൈൻ ലോട്ടറി. ഞാനത് വിശദീകരിക്കുന്നില്ല. കൂട്ടുകാർക്ക് നന്നായി അറിയുന്നതിനെപ്പറ്റി ഓൺലൈനിലുണ്ട് അങ്ങനത്തെ ഒരു ലോട്ടറി സംവിധാനം. ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. പടച്ച റബ്ബൊക്കെ നോക്കുന്നുണ്ട്. അയഹ്സബു അല്ലം യറഹു അഹദ്. ഒരാളും കാണുന്നില്ലെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യം. ഒരാളും അവനെ കാണുന്നില്ല, ഒരാളും അവനെ ശ്രദ്ധിക്കുന്നില്ല, ആരും അവനെ നോക്കുന്നില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ആരും വിചാരിക്കേണ്ടതില്ല. എല്ലാവരെയും നോക്കുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്, കറക്റ്റ് കണക്കെടുപ്പ് നടത്തുന്നുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല. ജാഹിലിയ്യ കാലഘട്ടത്തിലെ ആളുകൾ ഇഷ്ടം പോലെ സമ്പത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് വലീദ് ഇബ്നു മുഗീറ. അവനെ പോലത്തെ ആളുകൾ, അവനൊക്കെ അവന്റെ സമ്പത്തിന്റെ പെരുപ്പം കൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു, നമ്മളൊന്നും തോൽപ്പിക്കാൻ ആർക്കും കഴിയൂല, അതിന് മാത്രം നമുക്ക് സ്വത്തുണ്ട്, നമ്മൾ അത്രയും സ്വത്ത് ചെലവഴിച്ചിട്ടുണ്ട്, ഇനി നമ്മളൊന്നും ഒരു കുട്ടി എതിർക്കൂല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ചോദ്യം, അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ഒരാളും തൻ്റെ മേൽ കഴിവായിട്ടില്ലെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? യഖൂലു അഖ്ലഖ്തു മാലൽ ലുബദാ. ആ വിചാരം നെഞ്ചിലേറ്റിട്ടവൻ പറയുന്നു, ധാരാളം സമ്പത്ത്. ലുബദൻ എന്ന് പറഞ്ഞാൽ അട്ടിയായിട്ട് കെട്ട് കണക്കിന് ഇഷ്ടം പോലെ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. അയഹ്സബു അല്ലം യറഹു അഹദുൻ. ഒരാളും അവനെ കാണുന്നില്ല എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അവൻ ചെലവഴിക്കുമ്പോ, അവൻ വാങ്ങിക്കൂട്ടുമ്പോ അവന്റെ ലക്ഷ്യമെന്താണ്? ചെലവഴിക്കുന്നത് എന്തിനാണ്? എല്ലാം കണക്ക് അല്ലാഹുവിന്റെ പക്കലുണ്ട്, കൃത്യമായും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഒന്നും കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട. പരിഹാസ രൂപത്തിലല്ലേ മുശ്രിക്കുകൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിട്ടേണ്ട അവകാശങ്ങൾ ചോദിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആഖിറത്തിൽ കിട്ടുന്നതിനെ പറ്റിയും കളിയാക്കിയല്ലേ പറഞ്ഞത്. അങ്ങനെ ഒരാളും കാണൂല, ഒരാളും ഇതൊന്നും നിയന്ത്രിക്കൂല എന്നൊക്കെ ഈ ആയത്തുകളും മറ്റൊക്കെ വന്നപ്പോ എത്ര കളിയാക്കിയിട്ടാണെന്നറിയോ ആസുബിന് വായിൽ എന്ന് പറയുന്ന കൊടിയ മുശ്രിക്ക് പ്രതികരിച്ചത്? ബഹുമാനപ്പെട്ട ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു 1-ാം നമ്പർ കൊല്ലപ്പണിക്കാരനായിരുന്നു. കൊല്ലപ്പണി എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവില്ലേ? കൊല്ലപ്പണി, ആയുധങ്ങളും മറ്റുമൊക്കെ മൂർച്ച കൂട്ടി അതിൻ്റെ കീടങ്ങളൊക്കെ മാറ്റി നല്ലോണം മൂർച്ച കൂട്ടി വെളുപ്പിച്ചു കൊടുക്കുന്ന
ഒരു പണിക്കാരനായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് പരീക്ഷണങ്ങളേറ്റ മഹാനാണ്. ആ മഹാനുഭാവൻ ഒരു തൊഴിലാളിയാണ്. മുതലാളിയുടെ കീഴിൽ, മുതലാളി ആസുബിന് വായിലാണ്. എത്ര പണിയെടുപ്പിച്ചിട്ടും കൂലി കൊടുക്കൂല. പണി എങ്ങനെ എടുപ്പിക്കും, കൂലി കൊടുക്കൂല. കൂലി ചോദിച്ചു തന്നപ്പോ ഇന്ന് തരാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നീ തരാനുള്ളത് തരുന്നത് വരെ ഞാൻ നിന്നെ വിടൂല, വിട്ടുപിരിയൂല എന്ന്. ആസുബിന് വായിൽ പറഞ്ഞു, ഖബ്ബാബേ, എന്തിനാ നീ ഇങ്ങനെ എൻ്റെ അടുക്കൽ വന്ന് ബുദ്ധിമുട്ടാക്കുന്നത്? നീ എന്തിനാ, നിനക്കറിയില്ലേ, നീ നല്ല രൂപത്തിലല്ലേ ആവശ്യപ്പെടല്? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ നിന്റെ കൂടെയായിരുന്നു ജീവിച്ചിരുന്നത്, നിന്നെ വിശ്വസിച്ചിരുന്നു. ഇന്ന് ഞാൻ ജീവിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂടെയാണ്. നിന്റെ ദീനല്ല എനിക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനാണ് ഞാൻ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ നിർബന്ധിച്ച് ചോദിക്കുന്നത്, എനിക്ക് തരാനുള്ള അവകാശം നീ തരണം. നിന്റെ കൂടെ ഇനി കൂടാനും മറ്റും ഞാൻ വരുന്നില്ല. ഞാൻ പോകുന്നു, എൻ്റെ വഴിക്ക് ഞാൻ പോവുകയാണ്. നിന്റെ വിശ്വാസം ശരിയല്ല. അപ്പൊ ആസുബിന് വായിൽ പറഞ്ഞു, ഖബ്ബാബേ, അവലസ്തും തസ്ഉമൂന അന്ന ഫിൽ ജന്നത്തി ദഹബൻ വഫില്ലതൻ വഹരീറാ. നിങ്ങൾ വാദിക്കുന്നില്ലേ സ്വർഗത്തിൽ പട്ടുണ്ട്, സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, രത്നങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്. എന്നാ എനിക്കൊന്ന് താമസം ചെയ്യണം. ഹത്താ അഖ്ലിയക ഫിൽ ജന്ന. സ്വർഗത്തിലെത്തിയിട്ട് ഞാൻ അവിടെ നിർത്തിത്തരണ്ട്. സ്വർഗത്തിലെത്തിയിട്ട് ഞാനത് നിനക്ക് വീട്ടിൽ തരാനുള്ള കടങ്ങളൊക്കെ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ചോദ്യം, അഫറഅയ്തല്ലദീ കഫറ ബിആയാതിനാ വഖാല ലഊതയന്ന മാലം വവലദാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും നിഷേധിച്ച് തള്ളിക്കളഞ്ഞൊരു മനുഷ്യൻ, ആ മനുഷ്യനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമോ നബിയെ? അവൻ പറയുന്നുണ്ട്, ലഊതയന്ന മാലം വവലദാ, എനിക്ക് സമ്പത്ത് നൽകപ്പെടും, എനിക്ക് സന്താനങ്ങളും നൽകപ്പെടും, സ്വർഗത്തിലെത്തിയിട്ട് എനിക്കിതൊക്കെ കിട്ടുമെന്നവൻ പറയുന്നുണ്ട്. അത്വലാൽ ഗൈബ, അവൻ അദൃശ്യജ്ഞാനം അറിയുന്ന ആളാണോ? അമിത്തഖദ ഇൻദർ റഹ്മാനി അഹദാ, അല്ല അള്ളാഹിന്റെ അടുക്കൽ വല്ല കരാറും നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാനത് വരുമ്പോ എനിക്ക് സ്വർഗത്തിൽ ഇതൊക്കെ തരണമെന്ന്? അല്ലാഹു പറയുന്നു, കല്ലാ, കാര്യം അതൊന്നുമല്ല. സനക്തുബു മാ യഖൂൽ, അവൻ പറയുന്നത് കറക്റ്റായി നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വനമുദ്ദു ലഹു മിനൽ അദാബി മദ്ദാ, കണ്ണെത്താ ദൂരത്തോളം വലിയ ശിക്ഷയാണ് നമ്മൾ അവന് പകരം കൊടുക്കുന്നത് ശിക്ഷയാണ്. പരിഹാസത്തോടെയല്ലേ അവനത് സംസാരിക്കുന്നത്? അവന് കൊടുക്കാനുള്ളത് സ്വർണമല്ല, വെള്ളിയല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അവന് കൊടുക്കാനുള്ളത് ശിക്ഷയാണ്. സ്വർണം വെള്ളിയൊക്കെ കിട്ടുന്നു ഇങ്ങനെ വീമ്പ് പറഞ്ഞപ്പോ അല്ലാഹു തആല മറുപടി പറഞ്ഞാണ്, സ്വർണം വെള്ളിയല്ല കിട്ടാനുള്ളത്, കടുത്ത ശിക്ഷയാണ് കിട്ടാനുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണം. ആരും കാണുന്നില്ല എന്നൊരു ബോധം മനുഷ്യനുണ്ടാകരുത്. അല്ലാഹു തആല കാണുന്നുണ്ട്, അല്ലാഹു തആല അറിയുന്നുണ്ട്. അവൻ നൽകാനുള്ളത് നൽകുന്നവനാണ്, കൊടുക്കാനുള്ളത് ആർക്കും തടഞ്ഞു വെക്കുന്നവനല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കാനുള്ളത് എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കും. ആ അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ രക്ഷപ്പെടുത്തുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. കവറ് വിതരണം ചെയ്യുന്നുണ്ട്, നല്ല സംഭാവന ഇട്ട് ഉദ്ദേശങ്ങളൊക്കെ എഴുതി കൊണ്ടുവരണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ നൽകുന്ന സംഭാവനകളും മറ്റുമൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. കവറ് എല്ലാവരും സ്വീകരിക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബലദ് 20 ആയത്തുകളാണുള്ളത്. കുറഞ്ഞ ആയത്തുകളാണ് നമ്മൾ പറഞ്ഞെത്തിയത്. കൂടുതൽ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഒരൊറ്റ വിഷയം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്നത്തേത് ഇവിടെ നിർത്തും. ബാക്കിയുള്ളത് നാളെയും മറ്റന്നാളും പറയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മനുഷ്യൻ അവൻ്റെ ധാരണകൾ മാറ്റണം. അവൻ ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ആരും അവൻ്റെ മേൽ കഴിവാകുന്നില്ല എന്നൊന്നും മനുഷ്യൻ വിചാരിക്കരുത്. മേലധികാരിയായ റബ്ബുണ്ട്, നമ്മൾ നോക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും എല്ലാ കാര്യങ്ങളും കറക്റ്റായി രേഖപ്പെടുത്തുന്നതിനും അല്ലാഹു ഉണ്ട് എന്ന ഒരു ധാരണ എപ്പോഴും, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ വേണം. അല്ലാഹു തആല കാണുന്നുണ്ട് എന്നൊരു ധാരണ, അത് വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ആരും എന്നെ കാണാനില്ല, ആരും എന്നെ നോക്കാനില്ല എന്ന ഒരു ധാരണയാണ് പലപ്പോഴും പലരെയും അവിഹിത മാർഗത്തിലേക്ക്, അനാവശ്യ മാർഗങ്ങളിലേക്ക്, അധർമ്മങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. നല്ല ചിന്തകൾ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കും. അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകൾ
റബ്ബിലേക്ക് മനസ്സ് തിരിക്കുന്ന ആളുകൾ അവരൊരു നിലക്കും കുടുങ്ങൂല. എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹു അവരെ സഹായിക്കും. കാരണം അവരെ മനസ്ഥിതി അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അത്രയും ക്ലിയറായി ജീവിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടത് കറക്റ്റായി അള്ളാഹു തആല കൊടുക്കും. കൊടുക്കാൻ ആളുകൾ അള്ളാഹു നിശ്ചയിക്കുകയും ചെയ്യും. കണ്ടില്ലേ, നിങ്ങൾ മഹാന്മാർ ഉദ്ധരിക്കുന്നു, ഹസൻ ബിൻ സുഫിയാൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനുഭാവനാണ്. പഴയകാലത്ത് ജീവിച്ച വലിയൊരു മുഹദ്ദിസ്, ഇൽമുൽ ഹദീസിലും ഫിഖ്ഹിലൊക്കെ വലിയ കഴിവുള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഹസൻ ബിൻ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവന് ധാരാളം ശിഷ്യന്മാരുണ്ട്. അദ്ദേഹവും കൂടെ കുറെ ആളുകളും നാട്ടിൽ നിന്ന് അവര് ഇൽമുൽ ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി യാത്ര പോകുമ്പോൾ യാത്രയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരെ കയ്യിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ തീർന്നു. ഭക്ഷണം വാങ്ങാൻ കാശുമില്ല, ഒന്നുമില്ല. പക്ഷെ ജനങ്ങളോട് എങ്ങനെ ചോദിക്കുക, അതൊരു മടിയല്ലേ എന്ന് കരുതിയിട്ട് ഈ മഹാന്മാര് മിസ്റിൽ ഒരു ഭാഗത്ത് അവര് മിസ്റിലേക്ക് പോകുന്നതിൻ്റെ ഇടക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് അവർ തമ്പടിച്ചു. 3 ദിവസമായിട്ട് ഒന്നും അവർ ഭക്ഷിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാൻ അവരുടെ കയ്യിൽ കാശൊന്നുമില്ല. അവസാനം ജനങ്ങളോട് വല്ലതും ചോദിച്ചാലോ എന്നുള്ള വിഷയം ചർച്ചയിലെത്തി. ചോദിക്കാമെന്ന് തീരുമാനമെത്തി. ആര് ചോദിക്കും എന്ന് പരസ്പരം മുഖാമുഖം നോക്കി. ആർക്കും അത് താല്പര്യമില്ലാത്ത വിഷയമാണ്. സ്വന്തം കാര്യത്തിന് ഇങ്ങനെ ആളുകളോട് ഇങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയെന്നാ ഓരോരുത്തരും കരുതുന്നത്. അതും ഭക്ഷണം കഴിക്കാനല്ലേ ചോദിക്കുന്നത്, ഒരു വിഷമം. ഇത്രയും കാലം നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ. പക്ഷേ തീരുമാനം എല്ലാവരും പറഞ്ഞു, നമ്മൾ നറുക്കിടണം. നറുക്ക് ആരെ പേരിലാണോ വീഴുന്നത് അവര് ചോദിക്കണം. വലിയ പണ്ഡിതനാണ് ഹസൻ ബിൻ സുഫിയാൻ റളിയല്ലാഹു അൻഹു. നറുക്കിട്ടു വേറെയും കുറെ ആളുകളുണ്ടല്ലോ, പക്ഷേ നറുക്ക് വീണത് നേതാവിന്റെ പേരിലാണ്. ഹസൻ ബിൻ സുഫിയാൻ റളിയല്ലാഹുവിന്റെ പേരിലാണ് നറുക്ക് വീണത്. മഹാനവറുകൾ ഇനി പിന്തിരിയാൻ പറ്റൂലല്ലോ, ഒരുമിച്ചെടുത്ത തീരുമാനമല്ലേ. മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ പേരിലല്ലേ നറുക്ക്, ഞാൻ അതിൻ്റെ മാർഗം നോക്കട്ടെ. നറുക്കിങ്ങോട്ട് വാങ്ങി. എന്നിട്ട് നേരെ പള്ളിയുടെ ഒരു മൂലയിൽ നേരെ ഒഴിഞ്ഞൊരു ഭാഗത്ത് ചെന്നു. 2 റക്അത്ത് നിസ്കരിച്ചു. ആ നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ നാമങ്ങൾ ഉരുവിട്ടു. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളില്ലേ അസ്മാഉൽ ഹുസ്ന, അതൊക്കെ ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു സഹായമർത്ഥിച്ചു. സുജൂദിലും റുക്കൂയിലും ഒക്കെ പ്രാർത്ഥിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ചു, യാ ലത്തീഫ്, യാ ഖബീർ, യാ അലീം. ഓരോ അള്ളാഹുവിന്റെ ഇസ്മും വിളിച്ച് സഹായം ചോദിച്ചു. നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തുപോയി ജനങ്ങളോട് ചോദിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാണ്. പള്ളിയുടെ മുറ്റത്തെത്തിയപ്പോൾ മുറ്റത്തുണ്ട് നല്ല ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നു, ഐനൽ ഹസൻ ബിൻ സുഫിയാൻ. ഹസൻ ബിൻ സുഫിയാൻ എന്ന് പറയുന്ന ആളെവിടെ? ഹസൻ ബിൻ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണത്. എന്തേ വിഷയം? അതെ, നിങ്ങളാണോ? ഈ നാട് ഭരിക്കുന്നൊരു രാജാവുണ്ട്, തൂലൂൻ എന്നാണ് രാജാവിന്റെ പേര്. തൂലൂൻ എന്ന ഭരണാധികാരി നിങ്ങൾക്കൊരു സലാം പറയുന്നുണ്ട്. നിങ്ങൾ ഈ നാട്ടിലെത്തിയത് അറിയാത്ത വിഷയത്തിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭക്ഷണത്തിനായി ഇതാ എൻ്റെ കയ്യിൽ കുറച്ച് പണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. വഹാദിഹി 100 ദീനാർ ലികുല്ലി വാഹിദിൻ മിൻകും. എത്ര ആളുകളുണ്ട്? ഓരോരുത്തർക്കും ഇതാ 100 ദീനാറ്. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് എത്ര ആവശ്യഘട്ടങ്ങളിലും പടപ്പുകളോട് ചോദിക്കുന്നതിനേക്കാൾ എത്രയോ അധികം നമുക്ക് ബന്ധമുള്ളത് പടച്ചവനോടാണ്. പടച്ച റബ്ബിനോട് ചോദിക്കാൻ മറക്കരുത്. ചോദിക്കാൻ മറക്കരുത് എന്ന് പറയുമ്പോൾ 1 or 2 വട്ടം ചോദിച്ച് പിന്തിരിയേണ്ടവരല്ല നമ്മള്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചോദ്യം കേൾക്കുന്നത് അങ്ങേറ്റത്തെ ഇഖ്ലാസോടെയുള്ള ചോദ്യത്തെയാണ്. ആ രൂപത്തിൽ മനസ്സ് സാന്ദ്രമാക്കി, കണ്ണുകൾ സജലമാക്കി, ശരീരം ഭക്തിപൂർവകമാക്കി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ് ചോദിക്കണം. ഹസൻ ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചോദ്യം, ആ ചോദ്യം നേരെ എത്തിയത് രാജാവിന്റെ അടുത്തേക്കല്ലേ. രാജാവിന് നിർദ്ദേശം കിട്ടിയിട്ടല്ലേ ദീനാറ് കൊണ്ടുവന്നിരിക്കുന്നത്. 100 ദീനാറ് ഏൽപ്പിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. പോകുമ്പോ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് കൂടെയുള്ള ആളുകൾ ചോദിച്ചു, മൽ ഹാമിലു ലഹു അലാ ദാലിക്. രാജാവിനെ ഇങ്ങനെ ഞങ്ങൾക്ക് ദീനാറ് കൊടുത്തേക്കാൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? ഞങ്ങൾ
ഞങ്ങളാരും രാജാവിന് കത്തെഴുതിയിട്ടില്ല, ഇവിടെ രാജാവിന്റെ ഒരു സെക്രട്ടറിയും വന്നിട്ടില്ല, രാജാവിന്റെ കൊട്ടാരത്തിലെ ഒരാളും ഇവിടെ വന്നിട്ടില്ലല്ലോ, പിന്നെ രാജാവിനെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നഹു അഹബ്ബ അൻ യഖ്തലിയൽ യൗമ ബിനഫ്സിഹി, ഇന്ന് രാജാവിന് ഒറ്റക്കൊന്ന് വിശ്രമിക്കണം എന്ന് തോന്നി. രാജാവ് ഒറ്റക്കൊന്ന് കിടന്നുറങ്ങുമ്പോ രാജാവിന് സ്വപ്ന ദർശനമുണ്ടായി. അന്തരീക്ഷത്തിലൂടെ ഒരു കുതിര സവാരിക്കാരൻ വരുന്നു. ആ കുതിര സവാരിക്കാരന്റെ കയ്യിൽ ഒരു കുന്തമുണ്ട്. രാജാവിന്റെ വീട്ടിൽ വന്ന് അതാ മുട്ടി വിളിക്കുന്നു. രാജാവിന്റെ ഊരക്ക് ആ കുന്തം കൊണ്ടൊരു കുത്തുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖും ഫാദിരിക്കിൽ ഹസന ബിൻ സുഫിയാന വഅസ്ഹാബഹു, ഖും ഫാദിരിക്കുഹും. നാട്ടിൽ ഹസൻ ബിൻ സുഫിയാൻ എന്ന പണ്ഡിതൻ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അനുയായികളും എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് അവരെ സമീപിച്ചിട്ട് അവർക്ക് വേണ്ടത് കൊടുക്കണം, അവർക്ക് വേണ്ടത് കൊടുക്കണം, പെട്ടെന്ന് കൊടുക്കണം. ഫഇന്നഹും മുൻദു സലാസത്തി അയ്യാമിൻ ജിയാഉൻ ഫിൽ മസ്ജിദിൽ ഫുലാനി, ഇന്നാലിന്ന പള്ളിയിൽ 3 ദിവസമായി അവർ പട്ടിണിയിലാണ്. രാജാവിനൊരു നിർദ്ദേശം കിട്ടി. രാജാവ് പെട്ടെന്ന് ചോദിച്ചു വന്ന ആളോട്, മൻ അന്ത, നിങ്ങൾ ആരാണ്? മറുപടി കിട്ടി, അന റിദ്വാനു ഖാസിനുൽ ജന്ന, ഞാൻ സ്വർഗം കാക്കുന്ന മലക്ക് റിദ്വാൻ അലൈഹിസ്സലാമാണ്. അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശമാണ് നിങ്ങൾക്ക് ഞാൻ നൽകിയത്. രാജാവ് പെട്ടെന്ന് ഉണർന്നു. രാജാവ് ഊരെങ്ങനെ ഒഴിയുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളവർ ചോദിച്ചു, രാജാവെ ഊരക്ക് എന്താ പറ്റിയത്? അപ്പോഴാണ് രാജാവ് ഈ സംഭവം പറഞ്ഞത്. ഊരക്ക് വല്ലാത്ത വേദന ഉണ്ട്. 3 ദിവസമായിട്ട് ഈ പണ്ഡിതനും അനുയായികളും നാട്ടിൽ വന്നിട്ട് പട്ടിണി കിടന്നിട്ട് നിങ്ങൾ ഈ രാജ്യത്തെ രാജാവായിട്ട് ഇങ്ങനെ നിന്നാ മതിയോ? അവരെ പരിഗണിക്കണം, അവർക്ക് വേണ്ടത് കൊടുക്കണം. പെട്ടെന്ന് രാജാവ് ഈ സംഖ്യ തന്നിട്ട് നിങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി എന്നെ വിട്ടയച്ചതാണ്. ഈ വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ സംഖ്യയൊക്കെ വാങ്ങി ഭക്ഷണത്തിന് വേണ്ടി അവരുപയോഗിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ തൂലൂൻ രാജാവ് ഈ പണ്ഡിതന്മാരെ കാണാൻ വേണ്ടി, വിസിറ്റ് ചെയ്യാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു. എന്നിട്ട് രാജാവ് ചെയ്തൊരു സേവനം അറിയോ? ദീനിനോടും ഇൽമിനോടൊക്കെ ബന്ധം വേണം നമുക്ക്. ഒരു തൊഴിൽ കിട്ടുമ്പോഴേക്ക്, ശമ്പളം കിട്ടുമ്പോഴേക്ക് അള്ളാനെ മറക്കരുത്, പടച്ച റബ്ബിനെ മറക്കരുത്. അള്ളാഹുവിന്റെ ദീനിനോട് ബന്ധം വേണം. ഇതൊക്കെ എൻ്റെ സ്വന്തം കാര്യം കൊണ്ട്, എൻ്റെ ഐഡിയ കൊണ്ട്, എൻ്റെ യുക്തി കൊണ്ട് കിട്ടിയാന്ന് ചിന്തിക്കരുത്. നന്ദി കെട്ട ചിന്ത വരരുത്. അള്ളാഹുവിന്റെ ദീനിനോട് എപ്പോഴും ബന്ധം വേണം. എത്ര സമ്പത്ത് കൂടിയാലും കുറഞ്ഞാലും ദീനീപരമായിട്ടുള്ളൊരു ബന്ധം അതിനൊക്കെ വേണം. സമ്പന്നനായ രാജാവ് ചെയ്തു വെച്ച കാര്യം കണ്ടോ നിങ്ങൾ? അദ്ദേഹം വന്നിട്ട് ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള തോട്ടങ്ങൾ വാങ്ങിയിട്ട് അദ്ദേഹം വഖഫാക്കി. ഇനി ഹദീസ് പഠിക്കാൻ വരുന്ന പണ്ഡിതന്മാർക്ക് ഈ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം കൊടുക്കണം. ഈ ചുറ്റുഭാഗത്തുള്ള തോട്ടങ്ങൾ ഹദീസ് പഠിക്കാൻ വേണ്ടി മിസ്റിലേക്കും വിവിധ നാട്ടിലേക്കും മുതല്ലിമീങ്ങൾ പോകും, ആലിമീങ്ങൾ പോകും. അവർക്ക് ഈ തോട്ടത്തിൽ നിന്ന് വരുമാനം കൊടുക്കണം. അങ്ങനെ തീരുമാനം പാസാക്കി. ഹസൻ ബിൻ സുഫിയാൻ റളിയല്ലാഹുവിനെ കൊണ്ട് പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർക്ക് കിട്ടിയ നേട്ടത്രയാണ്? അവർ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചത് കൊണ്ടാണ്. അപ്പൊ കഷ്ടപ്പാടുകൾക്കിടയിൽ, വലിയ കഷ്ടപ്പാടല്ലേ ആ പട്ടിണി? 3 ദിവസത്ത് ഒരു ദിവസം താങ്ങാനാവോ? 3 ദിവസത്തെ പട്ടിണിക്കിടയിലും മനസ്സ് തിരിച്ചത് ആരിലേക്കാണ്? അള്ളാഹുവിലേക്കാണ്. പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ചോദിക്കേണ്ടതുപോലെ ചോദിച്ച് ഉത്തരങ്ങൾ അള്ളാഹുവിൽ നിന്ന് സാധിച്ചു കിട്ടുന്നത് വരെ നമ്മൾ അള്ളാഹുവിലേക്ക് ചോദിക്കണം. ആ ചോദിക്കുന്നതും കഷ്ടപ്പാട് സഹിക്കുന്നതും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലാർഹമാണ്. ഒന്നും നമുക്ക് നഷ്ടമാകില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.